നമസ്കാരം. ടോക്കിംഗ് പോയിന്റിലേക്ക് സ്വാഗതം. യൂത്ത് കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷനായിരുന്ന രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ഉയർന്ന ആരോപണങ്ങളുടെ പരമ്പരയാണ് ഇന്ന് ടോക്കിംഗ് പോയിന്റ് ചർച്ച ചെയ്യുന്നത്. പൊതുപ്രവർത്തകൻ എന്ന നിലയിൽ, ജനപ്രതിനിധി എന്ന നിലയിൽ ഒരാൾ വ്യക്തിജീവിതത്തിൽ കാത്തുസൂക്ഷിക്കേണ്ട ചില സംയുക്ത മൂല്യങ്ങളുണ്ട്. അത് നഷ്ടമായോ എന്നുള്ള ചോദ്യമാണ് പൊതുബോധത്തിലും സൈബറിടത്തിലും ഉയർന്നു കേൾക്കുന്നത്. ഈ വിഷയത്തിൽ പ്രതികരണങ്ങളുമായി ശ്രീമതി ധന്യാരാമൻ, സാമൂഹ്യ നിരീക്ഷകൻ ശ്രീ വിനു കിരിയത്ത്, LDF നേതാവ് ശ്രീ എച്ച് ഹാഫീസ്, യുവമോർച്ച നേതാവ് ശ്രീ നന്ദു എന്നിവരാണ് ഈ ചർച്ചയിൽ നമ്മോടൊപ്പം ചേരുന്നത്. ധന്യയിൽ നിന്ന് ചർച്ച ആരംഭിക്കുകയാണ്. ധന്യ, വളരെ പ്രധാനപ്പെട്ട വിഷയമായി, വളരെ പ്രധാനപ്പെട്ട വാർത്താ ഇടമായി 2-3 ദിവസങ്ങളിൽ കേരളത്തിൽ ഉയർന്നു കേൾക്കുന്ന പേരാണ് രാഹുൽ മാങ്കൂട്ടത്തിൻ്റേത്. ഒരാൾക്ക് വ്യക്തിജീവിതത്തിൽ ഒറ്റപ്പെട്ടുണ്ടാകുന്ന ഒരു സംഭവത്തെക്കുറിച്ച്, കൈവിട്ടു പോകുന്ന ഏതെങ്കിലും ദിവസത്തെക്കുറിച്ചോ നിമിഷത്തെക്കുറിച്ചോ അല്ല ഇപ്പോൾ സൈബറിടത്തിൽ ചർച്ചകൾ നടക്കുന്നത് എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ആരോപണങ്ങളുടെ ഒരു നിര തന്നെ ഉയർന്നു വരുന്നുണ്ട്. അതിൽ പലതും നമ്മുടെ പൊതുചിന്തയ്ക്ക് നിരക്കാത്തതാണ് എന്ന നിരത്തിലേക്ക് കൂടി എത്തുമ്പോഴാണ് ഒരു ജനപ്രതിനിധി എന്ന നിലയിൽ രാഹുൽ പരാജയപ്പെട്ടോ എന്ന ചോദ്യം ഉയർന്നു വരുന്നത്. രാഹുൽ ശരിക്കും പരാജയപ്പെടുകയായിരുന്നു? രാഷ്ട്രീയ പാർട്ടിക്കാരെ ഇത്തരത്തിലുള്ള ഈ മനോവൈകൃതങ്ങൾക്ക് അടിമപ്പെടുമ്പോൾ അത് സമൂഹത്തെ ഭയങ്കരമായിട്ട് ബാധിക്കും. അതിനുശേഷം ഉണ്ടാകുന്ന പ്രശ്നങ്ങളെ ഭയങ്കരമായിട്ട് ബാധിക്കും. കാരണം കോൺഗ്രസും എല്ലാ രാഷ്ട്രീയ പാർട്ടിക്കാരും ഇത് നേരത്തെ ശ്രദ്ധിക്കേണ്ട ഒരു വിഷയമായിരുന്നു. മുമ്പ് കോൺഗ്രസിന് ഇതേപോലെ ചിന്തൻ ശിബിരത്തിൻ്റെ ഒരു പ്രശ്നം വന്നിട്ടുണ്ട്. ആ സമയത്ത് ഇതുപോലെ 2 പെൺകുട്ടികളെയാണ് അവർ സെക്ഷൽ അബ്യൂസ് ചെയ്യാനായിട്ട് ശ്രമിച്ചത്. അപ്പോൾ അത് പിന്നീട് പുറത്തു വന്നു, ചർച്ച നടന്നു. പല പല കേസുകളും ഈ പാർട്ടി ഓഫീസുകളിലേക്ക് പോകുന്നുണ്ട്. അതിലൊന്നും ഒരിക്കലും നടപടി എടുക്കാറില്ല. അല്ലെങ്കിൽ സ്ട്രോങ് ആയിട്ടുള്ള ഒരു നീ അങ്ങനെ ചെയ്യരുത്, നിന്നെ ഇനി പാർട്ടിക്കകത്ത് നിർത്തില്ല എന്ന് പറയാൻ അങ്ങനെ ഒരാൾക്കും അങ്ങനെ പറയാനായിട്ട് ഇതിലെ ഒരു നേതാക്കന്മാർക്കും ഒരു കമ്മിറ്റിക്കും സാധിക്കുന്നില്ല എന്നുള്ളതാണ്. നിങ്ങളിതിൻ്റെ ഗുരുതരമായിട്ടുള്ള വശം മനസ്സിലാക്കേണ്ടത്. രാഷ്ട്രീയക്കാരെന്ന് പറയുമ്പോൾ ഒരു ഇതുപോലത്തെ ഒരു പീഡന കേസിലോ അല്ലെങ്കിൽ അവർ റേപ്പ് അറ്റംപ്റ്റിനോ അല്ലെങ്കിൽ ഇത്തരത്തിൽ സ്ത്രീകളെ സെക്ഷൽ അബ്യൂസ് ചെയ്യാനോ അവർ മുതിരുമ്പോൾ ഇത്തരം കേസുകൾക്ക് എന്താണ് സംഭവിക്കുന്നത് അറിയാമോ? മുമ്പ് വയനാട്ടിൽ ജോർജ് എന്ന് പറയുന്ന KPCCയുടെ സംസ്ഥാന ഉപാധ്യക്ഷൻ, പിന്നെ അയാൾ ജില്ലാ DCC സെക്രട്ടറിയോ പിന്നെ സംസ്ഥാന സഹകരണ ബാങ്കിൻ്റെ പ്രസിഡൻ്റൊക്കെ ആയിട്ടിരുന്നൊരു മനുഷ്യനാണ്. അപ്പോൾ അയാൾക്ക് ഏക്കർ കണക്കിന് ഭൂമിയുണ്ട്. അപ്പോൾ ആ തൊട്ട് ഓപ്പോസിറ്റ് ഒരു ട്രൈബൽ സെറ്റിൽമെൻറ്റാണ്. അവിടുന്ന് ഒരു അച്ഛനും അമ്മയും കുട്ടികളൊക്കെ അയാളുടെ വീട്ടിൽ ജോലിക്ക് പോയിരുന്നു. അങ്ങനെ ആ അമ്മ ജോലിക്ക് പോയപ്പോൾ അച്ഛനെയും ജോലിക്ക് പോയപ്പോൾ ആ വീട്ടിലേക്ക് ആ അമ്മയും അച്ഛനും അന്വേഷിച്ച് പോയ കുട്ടി ഈ ജോർജ് റേപ്പ് ചെയ്ത് കളഞ്ഞു. 15 വയസ്സ്. ഈ സംഭവം നടക്കുന്നത് 2015-ലാണ്. നിങ്ങൾ ഓർത്ത് നോക്ക്, ഇന്ന് 2025 10 വർഷം പിന്നിട്ടിട്ടും ആ പോക്സോ കേസിന് ഒന്നും സംഭവിച്ചില്ല എന്നുള്ളതാണ്. അപ്പോൾ ഇതൊക്കെ രാഷ്ട്രീയക്കാർ പ്രതികളായിട്ട് വരുമ്പോൾ ഈ കേസുകൾക്കൊന്നും സംഭവിക്കത്തില്ല. അവിടെ കൃത്യമായിട്ടുള്ള രാഷ്ട്രീയ സ്വാധീനം ഉപയോഗിക്കപ്പെടുകയും ചെയ്യുന്നു ആ കുടുംബത്തിന് നേരെ. അപ്പോൾ അത്രയും ആ ഒരു കുടുംബം എങ്ങനെ ഈ നിമിഷം ഈ 10 വർഷത്തിനിപ്പുറം പോലും ആ കുട്ടിക്ക് അതിജീവിക്കാൻ, അതിൻ്റെ ജീവിതത്തിൽ നിന്ന് അതിജീവിച്ച് കയറാൻ സാധിച്ചിട്ടില്ല എന്നുള്ളതാണ്. കാരണം എന്നും കണ്ടുകൊണ്ടിരുന്ന മനുഷ്യരാണ്, നാട്ടുകാരാണോ? അപ്പോൾ അങ്ങനെ ഒരു കുഞ്ഞിനെ റേപ്പ് ചെയ്യാനായിട്ടുള്ള ഇയാളുടെ ഒരു മാനസികാവസ്ഥയെക്കുറിച്ചൊന്ന് ഓർത്ത് നോക്കും. ഇതേപോലെയാണ് കുറച്ച് നാൾ മുമ്പ് ഒരു ശിക്ഷ 20 വർഷത്തേക്ക് വെഞ്ഞാറമൂട് ഒരു റേപ്പ് കേസ് ഉണ്ടായിരുന്നു. അതായത് 13 വയസ്സുള്ള കുട്ടിയെ അവിടെ തൊട്ടടുത്ത് താമസിക്കുന്ന CPIയുടെ ലോക്കൽ സെക്രട്ടറി റേപ്പ് ചെയ്യുകയാണ്. CPIയുടെ ലോക്കൽ സെക്രട്ടറിക്കും തൊട്ടിപ്പുറത്ത് താമസിക്കുന്ന ഈ കുഞ്ഞിനും ഒരേ പ്രായമുള്ള മക്കളാണ്. 13 വയസ്സുള്ള കുട്ടികളാണ്. അപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും കളിക്കാൻ പോകുന്ന സമയത്ത് ഇയാൾ കുഞ്ഞിനെ കയറി റേപ്പ് ചെയ്ത് കളഞ്ഞു. ഈ കുട്ടിയുടെ അച്ഛൻ മരിച്ചു പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ ഒരു അമ്മയും 3 പെൺകുഞ്ഞുങ്ങൾ മാത്രമുള്ള വീട്ടിൽ ഈ കുഞ്ഞിനെ റേപ്പ് ചെയ്തപ്പോൾ ഇതെല്ലാം പറ്റിയ തുണി കുട്ടി വിറക് വരെ അടി കൊണ്ടേ കുഴിച്ചിട്ടു. അപ്പോൾ ഒരു രാഷ്ട്രീയ നേതാവ് ഒരു കുട്ടിയെ റേപ്പ് ചെയ്തു എന്ന് പറയുമ്പം അമ്മ കുഞ്ഞുങ്ങളെയും കൊണ്ട് ഓടി പോലീസ് സ്റ്റേഷനിലേക്ക് പോവാണ്. ധന്യ പറഞ്ഞു വരുന്നത് ഒരു പൊതുജീവിതം എന്നുള്ളത് അല്ലെങ്കിൽ ജനപ്രതിനിധി എന്നുള്ളത് ഒരു ഏതെങ്കിലും തരത്തിലുള്ള ദുരുപയോഗത്തിനുള്ള ലൈസൻസായി കാണുന്ന രാഷ്ട്രീയ തലമുറയിൽ നിന്ന് ഒരു മാറ്റവും കേരളത്തിൽ വന്നിട്ടില്ല എന്നാണ്. ഇന്നലെ ഈ നിമിഷം വരെ അങ്ങനെ ഒരു മാറ്റം ഉണ്ടായിട്ടില്ല. കാരണം ഇത്തരം കേസുകളിൽ ആ പോക്സോ കേസ് പോലീസ് എടുക്കാതിരുന്ന 6 മാസമാണ്. 6 മാസം ഒരു കുട്ടി മാനസികാവസ്ഥ ഓർത്ത് നോക്കൂ. ഒരു 50 വയസ്സുള്ള ഒരുത്തൻ 13 വയസ്സുള്ള ഒരു കുഞ്ഞിനെ റേപ്പ് ചെയ്തിട്ട് ആ കുട്ടിയുടെ മാനസികാവസ്ഥയെക്കുറിച്ചോ എന്നിട്ട് കേസ് എടുക്കുന്നില്ല. ചുറ്റുവട്ടത്തുള്ളവർ പറയുകയാണ് നിങ്ങൾ പൈസയ്ക്ക് വേണ്ടി ഇങ്ങനെ ചെയ്യുക. ഇവിടെ ഈ രാഹുലിന്റെ കാര്യത്തിൽ രാഹുൽ ഇന്നലെ ഈ യൂത്ത് കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷ പദവിയിൽ നിന്ന് രാജിവെക്കുമ്പോഴും അദ്ദേഹം പറഞ്ഞ ഒരു കാര്യമുണ്ട്. ഇവരെയൊക്കെ അറിയാം, സുഹൃത്തുക്കളായി ഈ ആദ്യം ആരോപണം ഉന്നയിച്ച നടിയെ അറിയാം, സുഹൃത്താണ്, ഹണി ഭാസ്കറിനെ അറിയാം. പക്ഷേ അതിനപ്പുറത്തേക്ക് നിയമപരമായി പരാതികളൊന്നുമില്ലല്ലോ എന്നുള്ള ആ വാദഗതി ഈ ഉയർന്നു വരുന്ന ആരോപണങ്ങളെ അതിജീവിക്കാനുള്ള അദ്ദേഹത്തിൻ്റെ വാദമുഖമായി പരിഗണിക്കാമോ?
ഈ പരാതി കൊടുത്താൽ മാത്രമേ ഇയാൾ ശിക്ഷിക്കപ്പെടുകയുള്ളൂ. പക്ഷേ ഇയാളുടെ രാഷ്ട്രീയ പാർട്ടിക്ക് വേണമെങ്കിൽ ഈ പരാതി എടുത്ത് പോലീസിന് ഫോർവേഡ് ചെയ്യാം. കാരണം 1 2 അല്ല 7 8 പരാതികൾ ഇപ്പം തന്നെയാണ്. ഈ ഒരു നേതാവിനെതിരെയല്ല, എല്ലാ രാഷ്ട്രീയ പാർട്ടികൾക്കാരുടെ ഓഫീസിലേക്ക് ഏതൊക്കെ പെണ്ണുങ്ങൾ ഒരു പരാതിയായിട്ട് പോകുന്നു, അവരുടെ ബാക്ക്ഗ്രൗണ്ട്, ഇപ്പോൾ ഭർത്താവ് ഉണ്ടായിരിക്കില്ല, ചിലപ്പോൾ ഡിവോഴ്സ് ആയിരിക്കും, ചിലപ്പം ഭർത്താവ് വിദേശത്തായിരിക്കും, അവരുടെ സാഹചര്യങ്ങൾ, ജീവിത സാഹചര്യങ്ങളെ മനസ്സിലാക്കി അവരെ അബ്യൂസ് ചെയ്യുന്ന എത്ര കേസുകൾ കാസർഗോഡ് തൊട്ട് തിരുവനന്തപുരം വരെയുള്ള പാർട്ടി ഓഫീസുകൾ എടുത്ത് നോക്കി അതിനകത്ത് കെട്ടിക്കിടപ്പുണ്ട്. ഈ നിമിഷം വരെ അങ്ങനെയാണ്. നോക്കൂ, ഇന്നലെ ഈ രാഹുലിന്റെ രാജിക്ക് തൊട്ടു മുമ്പ് പുറത്തു വന്ന, കഴിഞ്ഞ ദിവസം രാഹുലിന്റെ രാജിക്ക് തൊട്ടു മുമ്പ് പുറത്തു വന്ന കണക്കുകൾ പറയുന്നത് 9 പരാതികളാണ് കോൺഗ്രസ് ഹൈക്കമാൻഡിന്റെ മുന്നിലുള്ളതെന്നാണ്. ഈ 9 പരാതികളിൽ ഒരു മുൻ MP-യുടെ മകളും ഈ രാഹുലിനെതിരെ പരാതി ഉന്നയിച്ചിട്ടുണ്ട് എന്നാണ് പറയുന്നത്. ഞാൻ ആ വാദത്തിൻ്റെയോ അല്ലെങ്കിൽ ആ പരാതിയുടെയോ കഴമ്പിലേക്ക് പൂർണ്ണമായും കടക്കാൻ ഉദ്ദേശിക്കുന്നുമില്ല. അത് നിയമപരമായി പുറത്തു വരട്ടെ എന്നുള്ള കാര്യത്തിൽ, അല്ലെങ്കിൽ അതിൻ്റെ തെളിവുകൾ പുറത്തു വരട്ടെ എന്നുള്ള കാര്യത്തിൽ ഒരു മാധ്യമപ്രവർത്തകനിൽ ഞാൻ ഉറച്ചു നിൽക്കുന്നു. പക്ഷേ ഈ പുറത്തു വന്ന ശബ്ദശകലങ്ങളിൽ രാഹുലിൻ്റെതായി പറയുന്ന ഒട്ടും മനുഷ്യത്വമില്ലാത്ത ചില വാക്കുകളുണ്ട്, ചില പദപ്രയോഗങ്ങളുണ്ട്. അത് കേരളത്തിൻ്റെ മനസാക്ഷി ഒരിക്കലും സഹിക്കുന്നതല്ല എന്ന് കരുതുന്ന ഒരാളാണ് ഞാൻ. താങ്കൾ രാഹുൽ വിഷയത്തിൽ പ്രതികരിക്കുന്നത് പ്രകാരമാണ്. ഇതിപ്പം ഒരു രാഷ്ട്രീയ എതിർചേരിയിൽ നിൽക്കുന്ന ഒരു ചെറുപ്പക്കാരനെ പറ്റിയ ഒരു സംഭവത്തെ ആഘോഷമാക്കി മാറ്റാൻ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി തീരുമാനിച്ചിട്ടില്ല. അതിനേക്കാൾ ഉപരി ഇരകൾ എന്ന് തന്നെ പറയണം, ഇരയെന്നല്ല ഇരകളെന്ന് തന്നെ പറയണം. കേരള രാഷ്ട്രീയത്തിൽ PT ചാക്കോയുടെ കാലം മുതൽ, അന്ന് കോൺഗ്രസിൻ്റെ ആഭ്യന്തരമന്ത്രി PT ചാക്കോയുടെ ഒപ്പം ഒരു വനിത യാത്ര ചെയ്തതിൻ്റെ പേരിൽ അദ്ദേഹം മന്ത്രിസ്ഥാനം രാജിവെക്കുകയും ഒരു ഗവൺമെൻറ് തന്നെ താഴെ പോവുകയൊക്കെ ചെയ്ത സംഭവങ്ങൾ മുതൽ ഏറ്റവും അവസാനം നിലവിലെ യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റിൽ വരെ എത്തി നിൽക്കുന്ന കാര്യങ്ങളിലേക്ക് നമ്മൾ കടന്നു വരുമ്പോൾ ഇടയ്ക്ക് നീലലോകദാസ് നാടകം ഉണ്ടെന്നുള്ള കാര്യം കൂടി നമ്മൾ പറഞ്ഞങ്ങ് പോകുമ്പോൾ ഒരു ചരിത്രപരമായ തുടർച്ച കിട്ടും. അതാണ് നേരത്തെ ശ്രീമതി ധന്യയും പറഞ്ഞത്. അല്ല, ആ തുടർച്ചയ്ക്ക് പോലും നിങ്ങൾക്ക് സഹിഷ്ണുതയില്ല. ഇടയ്ക്ക് കയറി പറയല്ലേ, ഞാൻ അതിലേക്കാണ് വന്നത്. നിങ്ങൾ വിട്ടുപോയി ജോസ് തെറ്റയിൽ അടക്കമുള്ളവരുടെ കാര്യങ്ങളിലേക്കാണ് ഞാൻ വന്നത്. അത് അതിന് മുമ്പായിട്ട് ചാടിക്കയറി വെടിവെക്കാതെ അവിടെ അടങ്ങിയിരിക്കുക. അപ്പം നമുക്ക് കാര്യങ്ങളിലേക്ക് വരാം. അപ്പം ഞാനൊരു കാര്യം പറഞ്ഞു വരുമ്പോൾ അതിനകത്ത് ഇടപെട്ടുമ്പോൾ ഞാൻ പറയാൻ വരുന്ന കാര്യങ്ങൾ കൂടി തടസ്സം ഉണ്ടാകുന്നത്. അങ്ങനെ ഇനി മേലങ്ങോട്ട് ഇടപെടൽ അങ്ങയുടെ ഭാഗത്തുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കില്ല എന്ന് വിചാരിക്കുന്നു. എന്റെ ഭാഗത്ത് നിന്ന് യാതൊരു ബുദ്ധിമുട്ടും അങ്ങേക്ക് ഉണ്ടാകില്ല. ബുദ്ധിമുട്ട് തന്നെയാണ് ഇപ്പോൾ ഇത് കേരളത്തിന്റെ പൊതുസമൂഹം ചർച്ച ചെയ്യുന്നൊരു വിഷയമാണ്. അതിനകത്ത് ഈ ഏതെങ്കിലും തരത്തിൽ യാദൃച്ഛികമായി മാത്രം പോലും ഒരു മറവി സംഭവിക്കരുത് എന്നുള്ളൊരു ഓർമ്മപ്പെടുത്തൽ മാത്രമായി അങ്ങ് കണ്ടിട്ട് അത്രയും സഹിഷ്ണുത അങ്ങേക്ക് തുടരാം. അതെ, ഇടതുപക്ഷത്തിൻ്റെ കാര്യത്തിൽ കാണിക്കുന്ന ഈ ജാഗ്രത ഈ മാങ്കൂട്ടത്തിൻ്റെ കാര്യത്തിൽ ഉണ്ടായിരുന്നെങ്കിൽ ഇത്രയും സ്ത്രീകളും കുട്ടികളും ഇന്ന് കരഞ്ഞുകൊണ്ട് രംഗത്ത് വരേണ്ട അവസ്ഥ ഉണ്ടാകത്തില്ല. ഞാൻ പറഞ്ഞു വന്നത് ജോസ് തെറ്റയിലും മുകേഷും നീലലോകദാസ് നാടാരും ഒക്കെ അടങ്ങുന്ന, ഇടത് വലത് ഭേദമില്ലാതെ കുഞ്ഞാലിക്കുട്ടി അടങ്ങുന്ന, ഇടത് വലത് മുസ്ലിം ലീഗ് എന്നൊന്നും ഭേദമില്ലാത്ത രീതിയിൽ വന്ന ഒരു പീഡന പരാതികൾക്കിടയിൽ നമ്മൾ കണ്ടിട്ടുള്ളത് ഒരു സ്ത്രീ വന്ന് ഒരു പരാതി പറയുന്നു. അവരുടെ പേരിൽ അവരുടെ സംഭവത്തിൽ അവരുടെ മൊഴി പ്രകാരം കേസെടുക്കുന്നു. ചില കേസുകൾ FIR തന്നെ, ജോസ് തെറ്റേലിൻ്റെ കാര്യം FIR കോഷ് ചെയ്ത് പോയതാണ്. നീലലോകദാസിൻ്റെ കാര്യം കേസ് വെറുതെ വിട്ടുപോയതാണ്. പക്ഷേ ഇപ്പോഴും ഏത് നിമിഷവും കോടതി വിധി, ബഹുമാനപ്പെട്ട കോടതിയിൽ നിന്ന് വിധി പ്രതീക്ഷിക്കുന്ന 2 കോൺഗ്രസ് MLA-മാർ ഇപ്പോഴും കേരള നിയമസഭയിലുണ്ട്. ശ്രീ M. വിൻസെൻറ്റും ശ്രീ എൽദോസ് കുന്നപ്പള്ളിയും, കോവളത്തെയും പെരുമ്പോറിലെ MLA-മാർ. ഈ ഒരു സാഹചര്യത്തിൽ അവർക്കൊക്കെ വന്നിരിക്കുന്ന ഒറ്റപ്പെട്ട് എന്നല്ല പറയുന്നത്, ഒരു വ്യക്തി വന്ന പരാതി സാഹചര്യം ഉണ്ടാക്കിയെടുത്ത് നടത്തിയ പീഡനങ്ങൾ. പക്ഷേ ഇവിടെ അങ്ങനെയല്ല. സീരിയൽ കില്ലർ പോലെയാണ്. കൂടത്തായി ജോളിയുടെ ഒരു കേസ് വന്നു, ഒരു കൊലപാതകം സൈനൈഡ് കൊടുത്തു കൊന്നു എന്ന് കരുതി ജനങ്ങൾ എഴുന്നപ്പോഴാണ് ഒരു കുടുംബത്തിലെ അവരുടെ ബന്ധുക്കളെ എല്ലാം കൊന്ന് ഒടുക്കിയ ഒരു പരമ്പര നമ്മൾക്ക് മുന്നിൽ വന്നത്. അതുപോലെയാണ് ഇപ്പോൾ ഇവിടെ എഴുത്തുകാരി വരുന്നു, നടി വരുന്നു, രാഷ്ട്രീയ പ്രവർത്തകർ വരുന്നു, പത്രപ്രവർത്തകർ വരുന്നു, ട്രാൻസ്ജെൻഡർ വരെ പരാതിയുമായി വരുന്നു. ഇവർക്കൊക്കെ എന്തും ചെയ്യാം. ഈ പരാതികൾക്കൊക്കെ ഒരു അടിസ്ഥാനം കണ്ടെത്താൻ നമുക്ക് കഴിയാതെ പോകുന്നു, നമ്മുടെ സമൂഹത്തിന് കഴിയാതെ പോകുന്നുവെങ്കിൽ ഈ വരുന്ന പീഡന പരാതികൾ ഈ മാങ്കൂട്ടത്തിൻ്റെ പേരിൽ വന്നു. മാങ്കൂട്ട യൂത്ത് കോൺഗ്രസ് നേതാവായതുകൊണ്ട് ആ പരാതി എല്ലാം ശരിയാണ് എന്ന് കണ്ണടച്ച് വിശ്വസിക്കണമെന്നല്ല ഞാൻ പറയുന്നത്. പുരുഷന്മാർക്കെതിരെ കളവായ പരാതികൾ വന്നിട്ടുണ്ട്. പല നിരപരാധികളും ജയിലിൽ കിടന്നിട്ടുണ്ട്. അവസാനം ഈ കേസെല്ലാം കള്ളമാണെന്ന് കണ്ട് പോലീസിനെതിരെ കേസെടുത്തിട്ടുണ്ട്, വാദിക്കെതിരെ കേസെടുത്തിട്ടുണ്ട് ചില കോടതികൾ, എല്ലാ കോടതികളുമല്ല. അപ്പോൾ അങ്ങനെയൊക്കെ വരുമ്പോഴത്തേക്ക് ബഹുമാനപ്പെട്ട കോടതികളുടെ ഇടപെടൽ വരെ നീതിക്ക് വേണ്ടി കാത്തിരിക്കുന്ന ഒരു സാഹചര്യത്തിൽ നിന്ന് മാറി നമ്മൾക്ക് മുമ്പിലുള്ള ഒരു വസ്തുത ഏറ്റവും ഭയാനകമായി കേരളത്തിൻ്റെ 140 നിയോജക മണ്ഡലങ്ങളുണ്ടെങ്കിൽ 140 നിയോജക മണ്ഡലത്തിൽ 2-3 പേര് വെച്ചുള്ള ഒരു പരാതി വരുന്നു എന്ന് കോൺഗ്രസ്സുകാർ തന്നെ പറയുമ്പോൾ നമ്മളെന്താ കണ്ടത്? ഇപ്പോൾ പീഡന പരാതി വന്നപ്പോൾ മുകേഷ് രാജിവെച്ചിട്ടില്ല. അപ്പോൾ ഇദ്ദേഹം രാജിവെക്കേണ്ട കാര്യമുണ്ടോ? ഉണ്ട്. കാരണം എന്താണെന്ന് ചോദിച്ചാൽ ഇത് തമ്മിലുള്ള കേസുകൾ രണ്ടും വ്യത്യസ്തമാണ്. നിങ്ങൾ തന്നെ ചോദിച്ചു,
ഒരു ഗർഭസ്ഥ ശിശു 4 മാസത്തെ ഗർഭസ്ഥ ശിശുവിൻ്റെ അവസ്ഥ എന്താണെന്ന് ഞാൻ ഇന്നലെ യൂട്യൂബിൽ സെർച്ച് ചെയ്ത് നോക്കി. ഞാൻ കണ്ടു അതിന് കണ്ണുണ്ട്, മൂക്കുണ്ട്, കൈ കാലുണ്ട്, ഒരു കുഞ്ഞിൻ്റെ എല്ലാ രൂപവുമായ ഒരു പ്രകൃതമാണ് കണ്ടത്. ഞാൻ ആ സ്ക്രീൻഷോട്ട് എടുത്ത് ഞാൻ ഫേസ്ബുക്കിൽ വിട്ടിട്ടുണ്ട്. അപ്പം ആ ഒരു കുഞ്ഞായി വന്ന് ചിന്തകളിലേക്ക് പോകുന്നു. അതിൻ്റെ കുഞ്ഞ് കരളും ഹൃദയവും ഒക്കെ വളർന്നു വരുന്ന അവസ്ഥയിൽ 4 മാസം കഴിഞ്ഞപ്പോൾ തന്തയില്ലാത്ത കുട്ടിയായി വളരാതിരിക്കാൻ കൊന്നുകളഞ്ഞു. അത് ഗർഭത്തിൽ വെച്ചാണെങ്കിലും പുറത്താണെങ്കിലും അതൊരു കൊലപാതകമാണ്. ഇവിടെ കുട്ടികളില്ലാത്ത എത്ര പേരുണ്ട്? അവർക്ക് കൊടുത്തുകൂടായിരുന്നു? അല്ലെങ്കിൽ അവർക്ക് കൊടുക്കാൻ പറഞ്ഞുകൂടായിരുന്നു? അല്ലെങ്കിൽ അതിൻ്റെ അമ്മ പറയുന്നു ഞാൻ അതിനെ വളർത്തും, തന്ത ആരാണെന്ന് തന്നോട് പറയേണ്ട ആവശ്യമില്ല എന്ന് മുഖത്ത് നോക്കി പറയുമ്പോൾ, അല്ലെങ്കിൽ ഫോണിലൂടെ പറയുമ്പോൾ, മുഖത്തടിച്ചതുപോലെ പറയുമ്പോൾ എന്നാണ് ഇരുന്ന് ഞാൻ പറയേണ്ടിരുന്നത്. ശരി, നീ വളർത്ത് എന്ന് പറഞ്ഞ് ആ കുഞ്ഞിന് ജീവിക്കാനുള്ള അവസ്ഥയെങ്കിലും കൊടുക്കാമായിരുന്നല്ലോ. ഇത്ര ക്രൂരമായി അധികാരത്തിൻ്റെ പിൻബലത്തിൽ അഹങ്കാരത്തോടുകൂടി ഒരു ഗർഭസ്ഥ ശിശുവിനെ അതിധൈര്യമായി കൊല്ലൂ എന്ന് പറയുമ്പോൾ ഒന്ന് നിലവിളിക്കാൻ പോലും കഴിയാതെ ആ കുട്ടി മരണപ്പെട്ടു പോയില്ലേ? അതൊരു ക്രൈമല്ലേ? ആ പെൺകുട്ടിയെ അല്ലെങ്കിൽ ഇരയെ ഏതെങ്കിലും പരാതി ഉണ്ടോ എന്ന് ചോദിക്കുന്ന ആരാണ്? കുഞ്ഞാലിക്കുട്ടിക്കെതിരെ കേസ് വന്നു. പിന്നെ ബഹുമാനപ്പെട്ട സുപ്രീം കോടതി വരെ ആ കേസ് പോയി. ആ കേസിൽ എവിടെയും പിന്നീട് ഇര അല്ലെങ്കിൽ വാദിഭാഗത്തിന് അറ്റൻഡ് ചെയ്യാൻ സമ്മതിച്ചിട്ടില്ല. കാരണം അവർക്ക് അതിനുള്ള സ്വാധീനമുണ്ടായിരുന്നു, പണമുണ്ടായിരുന്നു. ഇപ്പോൾ വയനാട്ടിലെ ഫണ്ട് എവിടെ പോയെന്ന് അന്വേഷിച്ചാൽ ഇത്തരം വായടപ്പൻ പ്രവർത്തികൾക്ക് വേണ്ടി ചെലവഴിച്ചോ എന്ന് ചിന്തിക്കേണ്ടിയിരിക്കുന്നു. ഒന്നും അല്ല, ഇത് എല്ലാ പീഡനങ്ങളും ഇപ്പം പല കോൺഗ്രസ്സുകാരും ഫേസ്ബുക്കിൽ ചോദിക്കുന്നു, ഇത് ഉഭയസമ്മതപ്രകാരം നടന്ന ഒരു വീഴ്ചയല്ലേ? ആയിരിക്കാം, അല്ലായിരിക്കാം, നമുക്കതിനെക്കുറിച്ച് അറിയില്ല. പക്ഷേ ആ കുഞ്ഞിനെ ജന്മം കൊണ്ടുപോയില്ലേ? അല്ലെങ്കിൽ അതിനുള്ള പ്രിക്കോഷൻ ഈ രാജ്യത്ത് എന്തെല്ലാം ഉണ്ടായിരുന്നു, അതെടുത്തുകൂടായിരുന്നു. ജന്മം കൊടുത്തതിന് ശേഷം കൊന്നു കളഞ്ഞത് യോജിക്കാൻ പറ്റാത്ത, ഇതല്ല അഹിംസാ രീതി എന്ന് മാത്രമേ ഞാൻ മടങ്ങിയെത്താം താങ്കളിലേക്ക്. ശ്രീ വിനീത് ഗിരിത്ത്, നോക്കൂ, വളരെ പെട്ടെന്നാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ എന്ന പൊതുപ്രവർത്തകൻ കേരള രാഷ്ട്രീയത്തിൻ്റെ പൊതുമണ്ഡലത്തിലേക്ക് വരുന്നത്. അധികമൊന്നും രാഷ്ട്രീയ സമരമുഖത്ത് അദ്ദേഹത്തെ കണ്ടിട്ടില്ല. KSU പ്രവർത്തനത്തിലൂടെ എത്തുന്നു, ഡൽഹിയിൽ പഠിക്കുന്നു, അതിനുശേഷം യൂത്ത് കോൺഗ്രസിൻ്റെ പ്രധാനപ്പെട്ട പദവിയിലേക്ക് എത്തുന്നു. മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയനെതിരെയുള്ള സമരമുഖത്ത് ഉണ്ടാകുന്നു, പോലീസ് അറസ്റ്റ് ചെയ്യുന്നു, യൂത്ത് കോൺഗ്രസിൻ്റെ പ്രസിഡന്റാകുന്നു. പെട്ടെന്ന് സ്വന്തം നാട്ടിൽ നിന്ന് ഗ്രൂപ്പ് സമവാക്യങ്ങളുടെ പിന്തുണയോടുകൂടി പാലക്കാടേക്ക് മത്സരിക്കുന്നു, വലിയ ഭൂരിപക്ഷത്തിൽ ജയിക്കുന്നു. ആ വിജയത്തിൻ്റെ വലിയ ഉന്നതിയിൽ നിന്ന് രാഹുൽ വീണേക്കുന്ന ആഴം എത്രയാണെന്ന് ചിന്തിക്കുന്ന സമയമാണ് കേരളത്തിൻ്റെ രാഷ്ട്രീയ സമൂഹം ഇപ്പോൾ. അഭിജിത്ത് പറഞ്ഞ പോലെ ഉയരം കൂടുന്തോറും വീഴ്ചയുടെ ആഘാതം കൂടും. ഇപ്പോൾ ശരിക്കും പറഞ്ഞാൽ നമ്മൾ യൂത്ത് വളരെ ഇഷ്ടപ്പെട്ടിരുന്നൊരു നേതാവായിരുന്നു. കാരണം വെച്ചാൽ പുള്ളി കാണാൻ സുമുഖൻ, അത്യാവശ്യം നല്ല ലീഡിൽ ജയിച്ചു, നല്ല പുഞ്ചിരി, ഇതെല്ലാം കണ്ടിട്ട് രാഷ്ട്രീയമായിട്ട് നമുക്ക് വിലയിരുത്താൻ പറ്റില്ല എന്ന് അദ്ദേഹം തെളിയിച്ചിരിക്കുകയാണ്. ഒരു പെൺകുട്ടി പരാതി പറഞ്ഞപ്പോൾ നമ്മൾ വിചാരിച്ച അടുത്ത തെരഞ്ഞെടുപ്പ് വരുന്നു, അതിൻ്റെയൊക്കെ പിന്നിൽ ഉള്ള കളിയായിരിക്കുന്നതാണ് ഞാനൊക്കെ സത്യം പറഞ്ഞാൽ ആദ്യം വിചാരിച്ചത്. പക്ഷേ പിന്നീട് നിരയായി ഓരോ സെക്കൻഡിലും 5 മിനിറ്റ് മുമ്പേ മറ്റൊരു ചാനലിൽ വേറൊരാൾ വന്നു കഴിഞ്ഞു. അപ്പോൾ ഇന്നത്തെ രാഷ്ട്രീയവും പഴയ രാഷ്ട്രീയവും എന്ന് പറയുമ്പോൾ ഇവരെല്ലാം രാഷ്ട്രീയത്തിൽ എന്തെങ്കിലും ആയിക്കഴിഞ്ഞാൽ പിന്നെ ഞങ്ങൾക്ക് എന്തുമാവാം, ഞങ്ങളെ സംരക്ഷിക്കാൻ ആളുണ്ട്. അത് രാഷ്ട്രീയത്തിൽ മാത്രമല്ല, ഈവൻ സോഷ്യൽ മീഡിയ വരെ ഇവരെ സംരക്ഷിക്കുന്നുണ്ട്. എപ്പോഴും അങ്ങനെയാണല്ലോ. ഇരയേക്കാൾ കൂടുതൽ എപ്പോഴും വേട്ടക്കാരൻ്റെ കൂടെ നിൽക്കുന്ന ഒരു കാലത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. പ്രത്യേകിച്ച് സ്ത്രീകളെ അധിക്ഷേപിക്കാൻ മുൻപന്തിയിൽ നിൽക്കുന്നത് സ്ത്രീകളും കൂടെ ഉണ്ട് ആ കൂട്ടത്തിൽ എന്ന് തന്നെ പറയാൻ പറ്റും. ആ കുട്ടിയുടെ വസ്ത്രധാരണം എന്തായിക്കോട്ടെ, അതൊരു നടിയാണ്, അവർക്ക് എന്തും ധരിക്കാം. അതിനെ വരെയും ഇപ്പോൾ ശ്രീകണ്ഠൻ എന്ന് പറയുന്ന MP അധിക്ഷേപിച്ച് പറയുമ്പോൾ എനിക്കൊന്നേ പറയാനുള്ളൂ, സുരേഷ് ഗോപി എന്ന് പറയുന്ന വ്യക്തിക്ക് വോട്ട് ചെയ്യുന്നവരെല്ലാം പലതന്തയ്ക്ക് ജനിച്ചവനാണെന്ന് കുറച്ച് ദിവസം മുമ്പേ പറഞ്ഞ് അതേ രാഹുൽ മാങ്കൂട്ടത്തിന് ഇതിലപ്പുറം ഒരു അടിയുണ്ടോ? ആൽഫബറ്റിക് ഓർഡറിൽ ഇംഗ്ലീഷിൽ 26 പോയി, മലയാളത്തിൽ 51 ചില്ലക്ഷരവും ചേർത്ത് 56 കഴിഞ്ഞ് തമിഴിൽ വരെ ചീത്ത വിളിച്ചു തുടങ്ങി. അത്രയും പെൺകുട്ടികളും കംപ്ലൈൻറ്റും കൊടുത്തു തുടങ്ങി. ഇനി ഏതൊക്കെ ആൽഫബറ്റിലുള്ള ഒരു കംപ്ലൈൻറ്റുമായിട്ട് വരുന്നത് നമുക്കറിയാൻ വയ്യ. ഇത്രയും വലിയൊരു പീഡകനെ സുരേഷ് ഗോപി കള്ളന്മാരിൽ സത്യസന്ധനായ കള്ളനെങ്കിൽ വീരന്മാരിൽ ഏറ്റവും ഫ്രോഡ് പീഡന വീരൻ ഇയാളാണ്. കാരണം ഗർഭചിത്രം വരെ ചെയ്യാനായിട്ട് പ്രോത്സാഹിപ്പിക്കുന്നു. എന്തൊരു ക്രിമിനൽ കുറ്റമാണെന്നറിയാമോ അത്? പക്ഷേ നമ്മുടെ ഇവിടുത്തെ സ്ത്രീകൾക്കുള്ളൊരു കുഴപ്പം, നമ്മളെപ്പോഴും പറയുമ്പോൾ 2 വശവും പറയണം. ഇവരെല്ലാം ചെന്ന് സോഷ്യൽ മീഡിയയിൽ കൂടെ പറയാതെ ഇവിടെ നമുക്ക് നിയമവ്യവസ്ഥകളുണ്ട്, പോലീസ് സ്റ്റേഷനുണ്ട്. എന്തുകൊണ്ട് ഇവരാരും പോലീസ് സ്റ്റേഷനിൽ പോയി കംപ്ലയിൻറ്റ് ചെയ്യുന്നില്ല? ഇത് കുറച്ച് കഴിയുമ്പോൾ ഇവരങ്ങ് വിഡ്രോ ചെയ്യുമ്പോൾ ഇവരെല്ലാം ഒരു കാര്യം മനസ്സിലാക്കണം, സമൂഹത്തിൽ കുറച്ച് കഴിയുമ്പോൾ ചീത്തയാവുന്നത് നിങ്ങൾ തന്നെയാണ്. നമ്മുടെ ഫ്രണ്ടിൽ എക്സാമ്പിൾ ഉണ്ട്, സരിത, സ്വപ്ന സുരേഷ്, അവരുടെ ഇപ്പോഴത്തെ ജീവിതാവസ്ഥ ഒന്ന് നിങ്ങൾ ചിന്തിക്കണം. ഒരു സമയത്ത് നിങ്ങളെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി പല രാഷ്ട്രീയക്കാരും വരും. അതെല്ലാം ഒറ്റ കാര്യം നിങ്ങൾ മനസ്സിലാക്കുക, 2-4 ദിനം കൊണ്ട് നിങ്ങളെ തണ്ടിലേറ്റുന്നതും മാധ്യമം താഴോട്ട് അടിച്ചിറക്കുന്നതും ഈ മാധ്യമം തന്നെയാണ്.
ഈ രാഹുൽ ഈശ്വറിന്റെ പുറകെ ആയിരുന്നില്ല ഇന്നലെ വരെ എല്ലാ രാഹുൽ മാങ്കൂട്ടത്തിലാണ്. സോറി രാഹുൽ ഈശ്വർ, സോറി ഈ രാഹുൽ അതെ എന്റെ സുഹൃത്താണ്. രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ നിങ്ങൾ എത്രമാത്രം സപ്പോർട്ട് ചെയ്തതാണല്ലേ ഇവിടുത്തെ മീഡിയാസ്. ഇപ്പൊ എന്ത് പറ്റി? അപ്പൊ ഇതാണ് നമ്മളെല്ലാം മനസ്സിലാക്കേണ്ടത്. വീഴ്ച വന്നു കഴിഞ്ഞാൽ അതിന്റെ പുറത്തുകൂടെ ചവിട്ടി പോകാനേ ആളുണ്ടാവുകയുള്ളൂ. അതുകൊണ്ട് അഹങ്കരിക്കരുത്. ഓക്കെ, അല്ല, ഒരു പോയിന്റ് കൂടെ പറഞ്ഞോട്ടെ. സഹാവ് ഇ കെ നായനാർ എപ്പോഴും പറയുന്നുണ്ടായാലും എൻ്റെ മനസ്സിൽ തറച്ചിട്ടുള്ളൂ, കരുണാകരൻ എൻ്റെ ലോഹ്യസ്ഥനാണ് കേട്ടോ. ഇവിടെ അതല്ല, എതിരാളികളെ ഏതൊക്കെ രീതിയിൽ അവൻ്റെ അച്ഛനെയും അമ്മയും വരെ ചീത്ത വിളിക്കുന്ന യുവതലമുറ എവിടെ തൊട്ട് തുടങ്ങിയെന്നും കൂടെ പറയാം. സഖാവ് അച്യുതാനന്ദനാണ് ആദ്യം ഉമ്മൻചാണ്ടി എന്ന് പറയുന്ന ആളുടെ മകളെ വരെയും സോഷ്യൽ മീഡിയയിൽ കൂടെ പറഞ്ഞപ്പോൾ ഇന്ന് ഇതൊരു പ്രവണതയാക്കി എടുക്കുന്നു. രാഷ്ട്രീയമായി എതിരിടാൻ ഒന്നും ഇല്ലാത്തത് കൊണ്ടാണ് വ്യക്തിഹത്യ ചെയ്യുന്നത്. ഞാൻ മടങ്ങിയെത്താം. നന്ദു, ഒരു യുവാവായ പൊതുപ്രവർത്തകൻ എന്ന നിലയിൽ, അതിനൊപ്പം പ്രധാനപ്പെട്ട ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ പ്രതിനിധി എന്ന നിലയിൽ നോക്കൂ, പാലക്കാട് വലിയ രാഷ്ട്രീയ പ്രതിഷേധം നടക്കാൻ പോവുകയും ചെയ്യുന്ന സന്ദേശങ്ങൾ പുറത്തു വരുന്ന സമയമാണിത്. ഈ രാഹുൽ മാങ്കൂട്ടത്തിൽ വിഷയം നിങ്ങൾ രാഷ്ട്രീയമായി തന്നെ കൈകാര്യം ചെയ്യാനാണോ ഉദ്ദേശിക്കുന്നത് എന്നാണ് ആദ്യ ചോദ്യം. ഇതിനകത്ത് ശ്രീ ധന്യ അവർ സംസാരിക്കുന്ന സമയത്ത് വളരെ ജനറലൈസ് ചെയ്ത് പൊളിറ്റീഷ്യൻസിനെയും അതുപോലെ തന്നെ രാഷ്ട്രീയ പാർട്ടികളുടെ ഓഫീസുകളെ പോലും ഒരു സംശയ നിഴലിലേക്ക് നിർത്തുന്ന നിലയിലേക്ക് അവർക്ക് പറയേണ്ടി വന്നത്, ഞാൻ ആ പറഞ്ഞതിന് അത് ശരിയല്ല എന്ന് എനിക്ക് പറയണമെന്നുണ്ട്. പക്ഷേ അപ്പോൾ പോലും രണ്ട് രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളും നടത്തിയിട്ടുള്ള ഇത്തരത്തിലുള്ള ആക്റ്റുകൾ അവർ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് മുന്നോട്ടേക്ക് വരുമ്പോൾ അതെല്ലാം ഒരു തങ്ങൾക്ക് കിട്ടിയിട്ടുള്ള ഒരു ഒരു വീരേതിഹാസമാണ് എന്ന് ചിന്തിക്കുന്ന നിലയിലാണ് ഇടതുപക്ഷത്തിൻ്റെ പ്രതിനിധി പോലും അതിനെ ഞങ്ങളത് അക്സെപ്റ്റ് ചെയ്യുന്നു. എന്നിട്ട് അദ്ദേഹം പറയുകയാണ്, ഞങ്ങൾ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ ഈ ആക്ടിനെ എതിർക്കുന്നില്ല, LDF അതിനെ രാഷ്ട്രീയമായി എതിർക്കാൻ ആഗ്രഹിക്കുന്നില്ല. കാരണം അവർക്കതിനെ എതിർക്കാനുള്ള ധാർമ്മികതയില്ല എന്നുള്ളതാണ്. രാഷ്ട്രീയമായ ഒരു വിഷയത്തെ എതിർക്കണമെങ്കിൽ നമ്മൾ നിൽക്കുന്ന സ്ഥലത്ത് നമ്മുടെ കൈകൾ പെർഫെക്റ്റ് ആയിരിക്കണം. ആ കൈകൾ പെർഫെക്റ്റ് അല്ലാത്തത് കൊണ്ടാണ് ഇന്നലെ MV ഗോവിന്ദൻ സൂര്യന് കീഴിലുള്ള ഏത് വിഷയത്തെക്കുറിച്ചും ചോദിച്ചാൽ അതിന് കൃത്യമായി മറുപടി പറയാനും അതിന് അക്ഷരവും ചില്ലക്ഷരവും ഒപ്പിച്ചുകൊണ്ട് വാർത്താ സമ്മേളനങ്ങളിൽ എരിയും പുളിയും ചേർത്ത് പറയുന്ന CPMൻ്റെ സംസ്ഥാന സെക്രട്ടറി പോലും ഈ വിഷയത്തിൽ മൗനം ഭജിച്ചതിൻ്റെ കാരണം, അങ്ങനെ പറയുമ്പോൾ തങ്ങളുടെ ബാസ്ക്കറ്റിലും ചില ആളുകളുണ്ട്, ആ ബാസ്ക്കറ്റിലുള്ള ആളുകളെ കൂടി പറയേണ്ടി വരും എന്നുള്ള ബോധ്യം കൊണ്ടായിരിക്കാം. പക്ഷേ ശ്രീമതി ധന്യ ചൂണ്ടിക്കാണിക്കാൻ ശ്രമിച്ചൊരു വളരെ ഗൗരവതരമായൊരു വിഷയം, അതിനകത്ത് രാഷ്ട്രീയ പാർട്ടികളുടെ പ്രതിനിധികൾ ആയി വരുന്നവർ, പൊതുപ്രവർത്തകരായി വരുന്നവർ, അവർ കാത്തു സൂക്ഷിക്കേണ്ട ഒരു സംശുദ്ധത ഉണ്ട് എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. കാരണം ആ സംശുദ്ധത ഇല്ലെങ്കിൽ ഇന്ന് എന്തുകൊണ്ടാണ് പാലക്കാട്ട് MLA പാലക്കാട്ട് ഇറക്കാൻ സമ്മതിക്കില്ല എന്ന് എല്ലാ രാഷ്ട്രീയ പാർട്ടികളും പറയുന്നത്? കാരണം ഒരു സാധാരണക്കാരന് എന്തെങ്കിലും ഒരു ആവശ്യത്തിന് അവൻ്റെ കുടുംബത്തിൽ നിന്ന് അവൻ്റെ സഹോദരിമാർ, അമ്മമാർ, കുട്ടികൾ ഇവരെല്ലാം കാണാൻ ഒരു MLA ജനപ്രതിനിധി എന്നുള്ള നിലയിൽ കാണാൻ വരുമ്പോൾ ഈ തരത്തിൽ ഒരു മാനസിക വൈകൃതമുള്ള ഒരാളെയാണ് താങ്കൾ കാണുന്നതെങ്കിൽ അവരുടെയൊക്കെ സുരക്ഷയ്ക്ക് ആരാണ് ഉത്തരവാദിത്വം ഏറ്റെടുക്കുന്നത്? ഇനി ഇവിടെ ഇടതുപക്ഷത്തിൻ്റെ പ്രതിനിധി വളരെ ആവേശപൂർവ്വം പറയുന്നുണ്ട്, അദ്ദേഹം ഇത്തരത്തിലുള്ള വിഷയങ്ങളിൽ ആരെയാണ് കുറ്റപ്പെടുന്നത്? അദ്ദേഹം വളരെ സൈലൻ്റ് ആയിട്ട് കർട്ടന് പുറകിലൂടെ ഈ പറയുന്ന വിഷയം ഉയർത്തിയവരെയാണ് പ്രതിക്കൂട്ടിലേക്ക് നിർത്താൻ, അത് കോടതികളെ ഉദ്ധരിക്കുന്നു, മറ്റു പല കാര്യങ്ങളും ഉദ്ധരിച്ചുകൊണ്ട് അദ്ദേഹം അവരെ പ്രതിക്കൂട്ടിൽ നിർത്താൻ വേണ്ടിയിട്ടാണ് ആഗ്രഹിക്കുന്നത്. ഞാൻ മനസ്സിലാക്കുന്നത് ഇവിടെ ഒരു സംസ്ഥാനത്ത് ക്രമസമാധാന പ്രശ്നങ്ങൾ ചോദ്യം ചെയ്യേണ്ടത് ഇവിടുത്തെ പോലീസാണ്. അത്തരത്തിൽ ഒരു പോലീസ് സ്റ്റേഷനിൽ വന്ന് ഒരു പ്രമുഖയായ നടിക്ക് പോലും ഒരു കംപ്ലൈൻറ്റ് കൊടുക്കാൻ വിശ്വാസ്യത ഇല്ലാത്ത നിലയിലേക്ക് കേരളത്തിലെ ആഭ്യന്തര വകുപ്പ് തകർന്നു പോയിട്ടുണ്ടെങ്കിൽ അതിൻ്റെ പരമപ്രധാനമായ ഉത്തരവാദിത്തം ആർക്കാണ്? കേരളത്തിലൊരു MLA അത് പൂർണ്ണമായും ശരിയാകുന്നത് എങ്ങനെയാണെന്ന കാര്യത്തിൽ ചില സംശയങ്ങളുണ്ട്. നോക്കൂ, പ്രധാനപ്പെട്ട ഒരു രാഷ്ട്രീയ പാർട്ടിയാണ്, പ്രധാനപ്പെട്ട പ്രതിപക്ഷമാണ്. ആ പ്രതിപക്ഷ സംവിധാനത്തോട് നിൽക്കുന്ന ഒരു നേതാവിൻ്റെ ഭാഗത്തുനിന്നുണ്ടായ പ്രതികരണത്തെ അല്ലെങ്കിൽ മോശം പ്രതികരണത്തെക്കുറിച്ച് ആ പാർട്ടിയിൽ നൽകുന്ന പരാതിയെ അവരെങ്ങനെ എടുത്തു എന്നുള്ളതും പ്രധാനപ്പെട്ട വിഷയമാണ്. ഞാൻ എൻ്റെ രണ്ട് സുഹൃത്തുക്കൾ പറഞ്ഞ വിഷയത്തിൽ ആണ് എൻ്റെ മറുപടി ഞാൻ ഊന്നിയത്. അദ്ദേഹം പറഞ്ഞ ചില മാന്യത, ഒരു രാഷ്ട്രീയ മാന്യത ഇല്ലാത്ത ചില വർത്തമാനത്തിന് അതിൻ്റെ മറുപടി മാത്രം ഞാൻ പറഞ്ഞു എന്നുള്ളതുള്ളൂ. അല്ലാതെ അദ്ദേഹത്തിൻ്റെ വ്യക്തിപരമായോ അദ്ദേഹത്തിനോട് വ്യക്തിപരമായിട്ടുള്ള നീരസമോ ഒന്നുമല്ല. അദ്ദേഹം പറഞ്ഞ രാഷ്ട്രീയമായ മറുപടിയെ രാഷ്ട്രീയമായി തന്നെ കണ്ണിക്കണമല്ലോ. അത് രാഷ്ട്രീയമായി പറയാതെ പോയാലുള്ള പ്രശ്നം എന്തല്ലോ? ഇപ്പോൾ ശ്രീമതി ധന്യ പറഞ്ഞതും ഇദ്ദേഹം പറഞ്ഞതും കൂടി കേൾക്കുന്ന ഒരു പൊതുജനം വിചാരിക്കുന്നത് ഇതൊരു കോമൺ സിറ്റുവേഷനാണ്, എല്ലാ രാഷ്ട്രീയ പാർട്ടികളും ഇങ്ങനെയാണെന്നുള്ളൊരു പൊതുബോധ്യം ജനങ്ങളിലേക്ക് വരും. അങ്ങനെ പൊതുബോധ്യം ജനങ്ങളിലേക്ക് വന്നാൽ ഇന്ത്യയുടെ ജനാധിപത്യ സംവിധാനത്തെ, ഇന്ത്യയുടെ ഇത്തരത്തിലുള്ള നിഷ്പക്ഷമായ രാഷ്ട്രീയ
രാഷ്ട്രീയ പ്രവർത്തനം നടത്തുന്ന, ഉദ്ദേശശുദ്ധിയോടുകൂടി രാഷ്ട്രീയ പ്രവർത്തനം നടത്തുന്ന എല്ലാ പാർട്ടികളിലും നിൽക്കുന്ന ആളുകൾക്കെതിരായിട്ട് ഇത് തിരിയും. അങ്ങനെ തിരിയാതിരിക്കേണ്ടത് ഇന്ത്യൻ ജനാധിപത്യത്തിൻ്റെ ആവശ്യമല്ലേ, നമ്മുടെ ജനാധിപത്യ സംവിധാനത്തിൻ്റെ ആവശ്യമല്ലേ? അപ്പോൾ ഇത്തരത്തിൽ ജനറലൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇതൊന്നും ഒരു വലിയ വിഷയമല്ല, ഇതൊന്നും കേരളത്തിൽ ഇതെല്ലാം നടക്കുന്നത് തന്നെയാണെന്നുള്ളൊരു ജനറലൈസേഷൻ കൊടുക്കാൻ ശ്രമിക്കുമ്പോൾ അതിനെ സ്വാഭാവികമായി ഖണ്ഡിക്കേണ്ടത് എന്നെ പോലെ ഒരു പൊതുപ്രവർത്തകൻ്റെ ഉത്തരവാദിത്തമാണ്. ഇല്ലെങ്കിൽ നാളെ ഞാൻ റോഡിലിറങ്ങി നിൽക്കുമ്പോൾ എന്നിലേക്കും ഇത്തരത്തിലുള്ള സംശയത്തിന് നെല്ലുകൾ വരില്ലേ? അപ്പോൾ ഇതിനകത്ത് ഞാൻ പറയാൻ ഉദ്ദേശിച്ചത് ഇത്രയേ ഉള്ളൂ. അതായത് ഒരു ആഭ്യന്തര വകുപ്പിനെ കുറിച്ചൊരു വിശ്വാസ്യത, ഞങ്ങൾ കൂടെ ഉണ്ട് എന്ന്, അല്ലെങ്കിൽ ഞങ്ങൾ എല്ലാം ശരിയാക്കി തരാമെന്ന് പറഞ്ഞു വരുന്ന ഒരു രാഷ്ട്രീയ പ്രസ്ഥാനം ഈ കേരളം കഴിഞ്ഞ 10 വർഷമായി ഭരിക്കുമ്പോൾ, അല്ലെങ്കിൽ 9.5 വർഷമായി ഭരിക്കുമ്പോൾ, തങ്ങളുടെ പോലീസിൽ വിശ്വാസം അർപ്പിച്ചുകൊണ്ട് ഒരു പ്രമുഖ നടിക്ക് പോലും, അല്ലെങ്കിൽ CPM-ൻ്റെ യുവജന സംഘടനാ നേതാക്കന്മാരുമായി ഹൃദയബന്ധമുള്ള, അടുത്ത ബന്ധമുള്ള ചില എഴുത്തുകാർക്ക് പോലും ഒരു പരാതിയുമായി കേരളത്തിലെ പോലീസ് സ്റ്റേഷനുകളെ സമീപിക്കാൻ സാധിക്കാത്ത സാഹചര്യമുണ്ടെങ്കിൽ അത് ആരുടെ വീഴ്ചയാണ്? ആ വീഴ്ച കേരളത്തിലെ ആഭ്യന്തര വകുപ്പിൻ്റെ വീഴ്ചയാണ് എന്നാണ് ഞാൻ പറഞ്ഞു വയ്ക്കാൻ ഉദ്ദേശിച്ചത്. അത് കഴിഞ്ഞാൽ തൊട്ടടുത്തേക്ക് നമ്മൾ പോകുമ്പോൾ ഈ കേസിൽ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ വിഷയത്തിൽ പരമപ്രധാനമായ ഇതിനകത്തുള്ള ഉത്തരവാദിത്വം ഏറ്റെടുക്കേണ്ടത് സത്യം പറഞ്ഞാൽ പ്രതിപക്ഷ നേതാവാണ്. കാരണം പ്രതിപക്ഷ നേതാവിൻ്റെ സ്വന്തം മണ്ഡലത്തിലുള്ള, പ്രതിപക്ഷ നേതാവിൻ്റെ വോട്ടർ കൂടിയായിട്ടുള്ള, പ്രതിപക്ഷ നേതാവ് അവരുടെ ബർത്ത്ഡേ ഫംഗ്ഷനിൽ ഉൾപ്പെടെ കേക്ക് കട്ട് ചെയ്യാൻ പിതൃതുല്യനായി കൊണ്ടുവന്ന് നിർത്തി കേക്ക് കട്ട് ചെയ്യിപ്പിച്ച ഒരു കുട്ടി, ആ കുട്ടിക്ക് സ്വന്തം പാർട്ടിയിലെ ഒരു യുവ MLA-യിൽ നിന്ന് ഇത്തരത്തിലുള്ളൊരു പീഡനം സഹിക്കേണ്ടി വന്നു, അല്ലെങ്കിൽ ഇത്തരത്തിലുള്ളൊരു പ്രശ്നം സഹിക്കേണ്ടി വന്നു എന്ന് അവർ വളരെ കൃത്യമായി പ്രതിപക്ഷ നേതാവിനെ അറിയിച്ചിട്ടും എന്തുകൊണ്ട് പ്രതിപക്ഷ നേതാവ് എന്ന് പറയുന്ന ഉത്തരവാദിത്തപ്പെട്ട പോസ്റ്റ്, അത് ഒരു മുഖ്യമന്ത്രിക്ക് കിട്ടുന്നത് പോലെ തന്നെ തത്തുല്യമായി ഇന്ത്യൻ ഭരണഘടന അനുവദിച്ചു കൊടുക്കുന്നൊരു പോസ്റ്റാണ് ഈ പറയുന്ന പ്രതിപക്ഷ പദവി. ആ പ്രതിപക്ഷ പദവിയിൽ ഇരിക്കുന്ന ഒരു വ്യക്തി എന്തുകൊണ്ട് ഇത്തരത്തിലുള്ളൊരു ആക്ട് ഉണ്ടായപ്പോൾ ഇയാൾക്കെതിരെ ശക്തമായ നടപടിയെടുക്കാൻ കേരളത്തിൻ്റെ പൊതുസമൂഹത്തിൽ മുന്നോട്ട് വന്നില്ല? അദ്ദേഹം അത്തരത്തിൽ മുന്നോട്ട് വന്ന് ഈ MLA ചെയ്തത് തെറ്റാണ്, ഇത് കേരളത്തിലെ സ്ത്രീത്വത്തിന് നേരെയുള്ള അതിക്രമമാണ്, ഇയാളെ പുറത്തു നിർത്തേണ്ടത് എൻ്റെ ഉത്തരവാദിത്തമാണ് എന്ന് പറഞ്ഞ് VD സതീശൻ മുന്നോട്ട് വന്നിരുന്നെങ്കിൽ രാഷ്ട്രീയ ഭേദമന്യേ ഞങ്ങൾ എല്ലാവരും അദ്ദേഹത്തെ അപ്രിഷ്യേറ്റ് ചെയ്യുമായിരുന്നു. പക്ഷേ ഞാൻ ഒരു മിനിറ്റ്, ഞാൻ അങ്ങനെ പറയുമ്പോൾ പ്രതിപക്ഷ നേതാവ് ഈ വിഷയത്തിൽ ഒരു കൾപ്രിറ്റാണ്, അദ്ദേഹം ഈ വിഷയത്തിൽ കുറ്റക്കാരനാണ്, അദ്ദേഹത്തിനെതിരെ നടപടി ഉണ്ടാവണം. പ്രതിപക്ഷ നേതാവിനെതിരെ നടപടി ഉണ്ടാവുന്നത് പോലെ തന്നെ ഇനി ഒരു നിമിഷം പോലും ധാർമ്മികതയുടെ ഒരു ചെറിയ കണികയെങ്കിലും മിച്ചമുണ്ടെങ്കിൽ അദ്ദേഹം ഈ പറയുന്ന ചാനൽ ഫ്ലോറുകളിലെല്ലാം വന്നിരുന്ന് പ്രസംഗിച്ചതും അദ്ദേഹം നടത്തിയിട്ടുള്ള ഡിബേറ്റുകളിലും പലരെയും കുറ്റാരോപിതനാക്കി വിചാരണ ചെയ്ത് ശിക്ഷ വാങ്ങിക്കൊടുക്കാൻ തയ്യാറായ കോടതികളെ പോലെ പെരുമാറിയ ശ്രീ രാഹുൽ മാങ്കൂട്ടം, അദ്ദേഹം പറഞ്ഞ ഏതെങ്കിലും ഒരു വാക്കിൽ അദ്ദേഹത്തിന് ആത്മാർത്ഥതയുണ്ടെങ്കിൽ, അദ്ദേഹം പറഞ്ഞ ഏതെങ്കിലും ഒരു ചർച്ചയിലായി അദ്ദേഹത്തിനുണ്ടെങ്കിൽ അദ്ദേഹം രാജിവെച്ച് പാലക്കാട്ടെ ജനങ്ങളോട് മാപ്പ് പറയാൻ തയ്യാറാണ്. കാരണം പാലക്കാട്ടെ ജനങ്ങളെ പറ്റിച്ചിരിക്കുക. താങ്കളുടെ നിലപാട് വ്യക്തമാണ്. ശ്രീ H. ഹഫീസ്, നോക്കൂ, ഇവിടുത്തെ രണ്ടാമത്തെ പ്രശ്നം MLA എന്ന പദവിയിൽ തുടരുന്നതിൽ ധാർമ്മികമായി നിയമപരമായി പ്രശ്നങ്ങളില്ല എന്നൊരു വിലയിരുത്തലിലേക്ക് കോൺഗ്രസ് നേതൃത്വം എത്തിയിട്ടുണ്ട് തത്വത്തിൽ എന്നാണ് പുറത്തുവരുന്ന മാധ്യമ വാർത്തകൾ. ഔദ്യോഗികമായി ഏതെങ്കിലും ബൈറ്റിൻ്റെയോ പത്രസമ്മേളനത്തിൻ്റെയോ പത്രക്കുറിപ്പിൻ്റെയോ അടിസ്ഥാനത്തിലല്ല ഞാനിത് പറയുന്നത്. പക്ഷേ ഇത് ഞങ്ങൾക്ക്, അല്ലെങ്കിൽ രാഹുൽ മാങ്കൂട്ടത്തിന് അസംബ്ലിയിൽ തുടരാം, മറ്റൊരു നിയമസഭാ തെരഞ്ഞെടുപ്പിൽ സീറ്റ് നൽകണമോ എന്ന കാര്യത്തിലും അക്കാര്യത്തിൽ മാത്രമാണ് ചർച്ചകൾ നടക്കുന്നത്, അതുണ്ടാകില്ല എന്ന് പറയുകയും ചെയ്യുന്നു. അങ്ങനെയാണോ ഇത്തരം ഒരു വിഷയത്തെ, ഇത്രയും ഗൗരവമുള്ളൊരു വിഷയത്തെ പ്രതിപക്ഷത്തിരിക്കുന്ന പ്രധാനപ്പെട്ട ഒരു പാർട്ടിയും അതിൻ്റെ നേതൃത്വവും ഹാൻഡിൽ ചെയ്യേണ്ടത്? അതിനെക്കുറിച്ച് മറുപടി പറയാൻ വേണ്ടി കോൺഗ്രസ് ആണ് ഏറ്റവും ഉത്തമമായ ഒരു സംവിധാനം. ഇവിടെ മറുപടി പറയാൻ നിങ്ങൾ ക്ഷണിച്ചിട്ടും കോൺഗ്രസിൻ്റെ പ്രതിനിധികൾ ഇതടക്കമുള്ള ഇത്തരം ചർച്ചകളിൽ നിന്ന് ഒളിച്ചോടുകയാണ്. അത് കോൺഗ്രസ് ചെയ്യേണ്ട കാര്യം, അല്ലെങ്കിൽ കോൺഗ്രസിൻ്റെ ഭാഗത്തു ഉണ്ടാകേണ്ട ഒരു പ്രവർത്തിയെക്കുറിച്ച് എന്നോട് ചോദിച്ചാൽ മറുപടി നൽകാൻ വളരെ ബുദ്ധിമുട്ടായിരിക്കും. പിന്നെ അതിനവർ പറയുന്ന മറുപടിയിൽ ഭരണപക്ഷത്തുള്ള ചില MLA-മാരുടെ പേരുകളാണ്, അതാണ് പ്രശ്നം. ഞാൻ പറഞ്ഞല്ലോ, ഇതുപോലെ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ഉയർന്നിരിക്കുന്ന ആരോപണം ഒരു പീഡന പരാതി മാത്രമല്ല, ഈ രാജ്യത്ത് സ്ത്രീകൾക്ക് ജീവിക്കാൻ മേലാത്ത രീതിയിൽ എല്ലാ സ്ത്രീകളുടെയും ഇൻബോക്സിലേക്ക് നുഴഞ്ഞു കയറുക, അവരുടെ വീടുകളിൽ ചേരുക, കോൺഗ്രസ് നേതാക്കന്മാർ, അവരുടെ ഭാര്യമാർ, മക്കൾ ഒക്കെ പരാതിയുമായി വരുന്നു എന്ന് അവരുടെ നേതാക്കന്മാർ മാത്രം 9 പരാതികൾ ഇന്നലെ AICC-യിലേക്ക് ഫാക്സ് മുഖേന കിട്ടിയിട്ടുണ്ട്, അല്ലെങ്കിൽ മെയിൽ കിട്ടിയിട്ടുണ്ട് എന്നൊക്കെയുള്ള വാർത്തകൾ നിങ്ങളടക്കമുള്ള മാധ്യമങ്ങൾ ബ്രേക്ക് ചെയ്യുമ്പോൾ നമുക്കതേ വിശ്വസിക്കാൻ പറ്റത്തുള്ളൂ. കാരണം കണ്ട കാര്യങ്ങളൊന്നുമല്ല. പിന്നെ 2 കാര്യങ്ങൾ. ബഹുമാനപ്പെട്ട ഒരു മുൻ മുഖ്യമന്ത്രിയുടെ കുടുംബത്തിനെതിരെ സഖാവ് VS അച്യുതാനന്ദൻ ആരോപണം നിയമസഭയിൽ ഉന്നയിച്ചു എന്ന് പറഞ്ഞു. അത് മാത്രം കാണുന്ന നമ്മുടെ ഈ സാമൂഹ്യ നിരീക്ഷകരുടെ കണ്ണ് ഇടതുപക്ഷ നേതാക്കളുടെ കുടുംബങ്ങൾക്കെതിരെ ആരോപണങ്ങൾക്കെതിരെ കാണാതെ പോയത് വേദനാജനകമാണ്. ഇവിടെ ആരോപണങ്ങൾ പലതുണ്ടായപ്പോൾ പല കുടുംബങ്ങളും തകർന്നപ്പോൾ പിന്നീട് അതിൻ്റെ സത്യം പുറത്തു വന്ന് വീണ്ടും യോജിച്ചപ്പോൾ ഇവിടെ
VS അച്യുതാനന്ദൻ പിന്നെ അദ്ദേഹത്തിന് കിട്ടിയ അദ്ദേഹത്തിനടക്കം 141 MLA-മാർക്ക് കിട്ടിയ ഒരു കത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഒരു ആരോപണം അത് ഉന്നയിച്ചത് വേറെ ആരുമല്ല, ആ കുടുംബത്തിൻ്റെ അംഗം തന്നെ ഉന്നയിച്ച ഒരു ആരോപണമാണ് നിയമസഭയിൽ ഉന്നയിച്ചത്. അതും പ്രതിപക്ഷത്തിനെതിരെ ശക്തമായ ആരോപണം. അന്നത്തെ പ്രതിപക്ഷ നേതാവായിരുന്നു VS, അന്നത്തെ പ്രതിപക്ഷം ഇടതുപക്ഷമായിരുന്നു. ഇടതുപക്ഷത്തിനെതിരെ ഒരു ആരോപണം ഉണ്ടായപ്പോൾ, ആക്രമണം ഉണ്ടായപ്പോൾ പ്രതിരോധിക്കാൻ വേണ്ടി എടുത്ത ഒരു ആയുധം, ആ ആയുധത്തിൽ പിന്നീട് എല്ലാം അവിടെ അടങ്ങി ഞങ്ങൾക്ക് നീതി കിട്ടി എന്നുള്ളതാണ് ഏറ്റവും സത്യമായ കാര്യം. പിന്നെ ബഹുമാനപ്പെട്ട BJP-യുടെ പ്രതിനിധി പ്രിയപ്പെട്ട നന്ദു പറഞ്ഞപ്പോൾ ഞാൻ വെറുതെ ഒന്ന് നമ്മുടെ ഓൺലൈൻ പ്ലാറ്റ്ഫോമുകളിലൊന്ന് നോക്കി. LDF-കാർക്ക് ഒരുപാട് പീഡന പരാതികൾ ഉള്ളതുകൊണ്ടാണ്. നോക്കിയപ്പോൾ BJP എന്ന് മാത്രം പീഡനം എന്ന് അടിച്ചപ്പോൾ സംസ്ഥാനത്തിനും കേന്ദ്രത്തിലെയും അടക്കം ഒരു പീഡനത്തിൻ്റെ ലിസ്റ്റ് തന്നെയാണ് വരുന്നത്, മാലപ്പടക്കം പോലെ കിടക്കുക. അപ്പം ഇത് ഒരു രാഷ്ട്രീയ പാർട്ടികളും ഒരു രാഷ്ട്രീയ പാർട്ടി നേതാക്കന്മാരും ഇതിൽ നിന്നൊന്നും വിമുക്തരല്ല. ആ രീതിയിലേക്ക് കേരളം പോകണോ, അല്ലെങ്കിൽ അവർക്ക് ചെയ്യാവുന്നതുകൊണ്ട് ഞങ്ങൾക്ക് എന്തുകൊണ്ട് പീഡിപ്പിച്ചൂടെ എന്നല്ല ഞാൻ ചോദിക്കുന്നത്. ഈ രാജ്യത്ത് ഇത്തരം കാര്യങ്ങൾ കുറച്ചൊക്കെ ധാർമ്മികമായ ഉത്തരവാദിത്വവും ധാർമ്മികമായ മൂല്യവും പുതുതലമുറ നന്ദു ആണെങ്കിലും രാഹുലാണെങ്കിലും അത് ഉയർത്തിപ്പിടിച്ച് വേണം മുന്നോട്ട് പോകാൻ, മാതൃകയാകുക. അതിന് പകരം മറ്റുള്ള വിമർശിക്കാതിരിക്കാൻ ശ്രമിക്കുക. ഞാൻ പറഞ്ഞത് എന്താണ്, രാഹുൽ ചെയ്ത് ശരിയാണെന്നാണ് അല്ല ഞാൻ പറഞ്ഞത്. ഇതിനെ ഒരു ആഘോഷമാക്കി മാറ്റിയെടുക്കാൻ ഇടതുപക്ഷം തയ്യാറാകുന്നില്ലെന്ന് മാത്രമേ പറഞ്ഞുള്ളൂ. ആ രീതിയിൽ കാണുക. കാരണം ഒരാൾക്ക് തെറ്റ് വന്നു, അയാളെ ശിക്ഷിക്കാൻ ഈ രാജ്യത്ത് നിയമവ്യവസ്ഥയുണ്ട്. അതുപോലെ അതിന് പകരം കോൺഗ്രസ്സുകാർ ആഘോഷിക്കുന്നത് പോലെ വൃത്തികേടും കാര്യങ്ങളും ഒക്കെ പ്രചരിപ്പിച്ച് രംഗത്ത് വരാൻ ശ്രമിക്കുന്ന രീതി. ഇന്ന് തന്നെ രാവിലെ നടക്കാൻ പോയ വേഷത്തിൽ മാധ്യമങ്ങളെ കണ്ട പാലക്കാട് MP ശ്രീകണ്ഠൻ എന്താ പറഞ്ഞത്? ആ പരാതി പറഞ്ഞ കോൺഗ്രസിലെ നേതാവ്, എനിക്ക് എൻ്റെ മകളെപ്പോലെയാണ് എന്ന് പ്രതിപക്ഷ നേതാവ് പറഞ്ഞ ആ പെൺകുട്ടിയെ രാഹുൽ ഗാന്ധിയും ഉമ്മൻചാണ്ടിയും VD സതീശനും അടക്കമുള്ള കോൺഗ്രസ് നേതാക്കന്മാർക്കുള്ള ഒപ്പമുള്ള ചിത്രം തൻ്റെ ഇൻസ്റ്റാഗ്രാമിലടക്കം പങ്കുവെച്ചിരിക്കുന്ന പെൺകുട്ടിയെ പറഞ്ഞ മന്ത്രിമാർക്കൊപ്പം അല്പവസ്ത്രം ധരിച്ച് നിൽക്കുന്ന പെൺകുട്ടിയെ പറഞ്ഞ് ആക്ഷേപിക്കുകയാണ് ചെയ്തത്. എത്ര ഹീനമായ പ്രവൃത്തിയാണത്. അതായത് കോൺഗ്രസിനെതിരെ ഒരു ആരോപണം വന്നാൽ ആരോപണകർത്താക്കളെ വ്യക്തിഗത ചെയ്യുക, അവരുടെ സ്ത്രീത്വത്തെ അപമാനിക്കുക, അതിനോടൊന്നും യോജിക്കാൻ പറ്റില്ല. പിന്നെ എനിക്കിതിനകത്ത് ചില പരിമിതികളുണ്ട്. എൻ്റെ സഹോദരി, എൻ്റെ കുഞ്ഞനുജത്തി ധന്യ കൂടി ഇരിക്കുന്ന ഒരു സ്റ്റേജാണിത്. ആ വേദിയിൽ വെച്ച് എനിക്ക് പറയാൻ പറ്റില്ല. എങ്കിലും നിങ്ങളുടെ ഒപ്പം ഉണ്ടായിരുന്ന ഷാഹിന എന്ന് പറഞ്ഞ മാധ്യമപ്രവർത്തക ഈ ആരോപണം ആദ്യം പുറത്തു വന്നപ്പോൾ ഉദ്ധരിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് ഫോൺ തപ്പി നടക്കുന്ന ഇടതുപക്ഷ പ്രൊഫൈലുകളെ വിമർശിച്ചില്ലേ? ഇപ്പോൾ ഈ ആർക്കാണ് ഇത്തരം സംഭവങ്ങൾ ഉണ്ടായത്? ഇത്തരം ശാരീരിക കർമ്മങ്ങളും ക്രിയകളും എവിടെയാണ് സംഭവിച്ചത്? ഇടതുപക്ഷത്തിനാണോ? അല്ലല്ലോ. എല്ലാ രാഷ്ട്രീയ പാർട്ടികളും ശ്രദ്ധിക്കണമെന്നേ ഞാൻ പറയത്തുള്ളൂ. അല്ല, അങ്ങയുടെ കാര്യമല്ല ഞാൻ പറഞ്ഞത്. ജനാധിപത്യ രാജ്യമാണ്. ഞാനിവിടെ ധന്യ ഇരുന്നു കൊണ്ട് ആ വാക്കുകൾ ധന്യയുടെ അസാന്നിധ്യത്തിലായിരുന്നെങ്കിൽ പ്രേക്ഷകർ കേട്ടാലും കുഴപ്പമില്ല, കാരണം അവരെല്ലാം കണ്ടതാണ്. അപ്പോൾ ഇടതുപക്ഷത്തെ ടോട്ടലി അങ്ങ് ആക്ഷേപിച്ച് അവഗണിക്കാൻ അങ്ങനെയല്ല. ഇപ്പൊ എല്ലാ രാഷ്ട്രീയവും, ഇപ്പോൾ കോൺഗ്രസ് ആയാലും BJP ആയാലും CPM ആയാലും നമുക്ക് ഒന്നിനെ മാറ്റി നിർത്താൻ പറ്റില്ല. കാരണം നാളെ അധികാരത്തിൽ വരേണ്ട മനുഷ്യരാണ്. ഇവിടുത്തെ സാധാരണക്കാരായിട്ടുള്ള ജനങ്ങൾ ജനാധിപത്യ രീതിയിൽ പിന്നെ ഭരണത്തിലേറുന്ന സംവിധാനമാണ് നമുക്കുള്ളത്. അപ്പോൾ ഒരു സാധാരണ വ്യക്തിക്ക് ഒരു രാഷ്ട്രീയ പദവി കിട്ടുമ്പോൾ പിന്നെ അയാളങ്ങ് മാറുവാണ്. അയാളങ്ങ് അപ്പം അധികാരം ഉപയോഗിച്ച് നമുക്ക് എന്തും ചെയ്യാന്നുള്ളൊരു ധാരണ. ഞാൻ അതിനോട് യോജിക്കുക. കാരണം കഴിഞ്ഞ നിലമ്പൂർ തെരഞ്ഞെടുപ്പിന്റെ സമയത്ത് മന്ത്രി K. രാജന്റെ വാഹനം പരിശോധിക്കുന്നു, ഇടതുപക്ഷത്തിന്റെ MP-മാരുടെയും മുൻ മന്ത്രി അബ്ദുൾ റഹ്മാൻ അടക്കമുള്ള വാഹനങ്ങൾ പരിശോധിക്കുന്നു, BJP നേതാക്കന്മാരുടെ വാഹനങ്ങൾ പരിശോധിക്കുന്നു, BJP നേതാവ് ഷോൺ ജോർജിന്റെ വണ്ടി പരിശോധിച്ചു. അവർക്കൊന്നുമില്ലാത്തൊരു പരാതി പരിശോധിച്ച ഉദ്യോഗസ്ഥനെ നിന്നെ ഞാൻ കാണിച്ചു തരാം, അപ്പനാകാൻ പ്രായമുള്ള ഒരു ഉദ്യോഗസ്ഥനോട് കൈ ചൂണ്ടി പറഞ്ഞത് ഞാൻ നാളെ ഈ രാജ്യത്തിന്റെ ഭരണാധികാരി. ഇന്നലെ എറണാകുളം DCC പ്രസിഡന്റ് പുള്ളി ഇന്നലെ പോലീസുകാരുടെ അടുത്ത് പറവൂർ CIയുടെ അടുത്തൊക്കെ അങ്ങോട്ട് അടിക്കാനാണ് പോകുന്നത്. അത് ഇവരുടെ ഒരു ഇതാണ്. ഈ രാഷ്ട്രീയ പാർട്ടികളുടെ അധികാരത്തിലെത്തുമ്പോൾ ഇവരുടെയൊക്കെ ധാരണ ഇവരൊക്കെ എന്തോ എല്ലാത്തിനും മനുഷ്യർക്ക് അതീതനായിട്ടുള്ള എന്തോ ഒരു സൂപ്പർ പവർ ഇവർക്ക് വരുന്നു എന്നുള്ളതാണ്. അതിൽ നിന്നാണ് ഇത്തരത്തിലുള്ള ബോഡി ലാംഗ്വേജ്. കോൺഗ്രസ്സുകാരാണെങ്കിലും BJP-ക്കാരാണെങ്കിലും ഇടതുപക്ഷക്കാരാണെങ്കിലും മനസ്സിലാക്കുന്ന ഉദ്യോഗസ്ഥന്മാര് PSC പരീക്ഷ എഴുതി നേരായ മാർഗത്തിൽ കൂടി കഷ്ടപ്പെട്ട് ജോലിക്കരുത്. നേരത്തെ നന്ദു പറഞ്ഞു ആഭ്യന്തര വകുപ്പിന് കുഴപ്പമുണ്ട്. ആഭ്യന്തര വകുപ്പിന്റെ പോലീസിന്റെ കുഴപ്പമില്ല. പോലീസുകാർക്ക് സ്റ്റേഷനിൽ നിന്ന് തിരിയാൻ സമയമില്ല. കാരണം അത്രയും ക്രിമിനൽ കേസുകൾ. ഒന്ന് രാവിലെ ഒരു സബ് ഇൻസ്പെക്ടർ ഒരു പോലീസ് സ്റ്റേഷനിൽ എത്തിക്കഴിഞ്ഞാൽ അദ്ദേഹത്തിന് ഒരു പോക്സോ കേസ് കാണും, കുട്ടി മിസ്സിംഗ് ഉണ്ടാവും, അല്ലെങ്കിൽ ഒളിച്ചോടിയ കേസുകൾ ഉണ്ടാവും, മയക്കുമരുന്ന് കേസ്. ഇത് ഡെയിലി ഒരു 25 കേസ് നോർമൽ എല്ലാ സ്റ്റേഷനിലും. അപ്പം അതായത് ഇപ്പൊ ക്രൈമിങ് കൂടാൻ കാരണം നമ്മുടെ ഇരിക്കുന്ന ഈ ഡിവൈസ് പോലും ഒരു ക്രൈമായി മാറിക്കൊണ്ടിരിക്കുന്ന കാര്യം. ഇപ്പം ലക്ഷക്കണക്കിന് ഡിവൈസുകൾ ഉപയോഗിക്കുന്നു, കുട്ടികൾ ഉപയോഗിക്കുന്നു, വീട്ടമ്മമാർ ഉപയോഗിക്കുന്നു, സാധാരണ ജനങ്ങൾ ഉപയോഗിക്കുന്നു. ഇതൊക്കെ ഗുണത്തെക്കാളേറെ ദോഷമായി മാറ്റുമ്പോൾ സൈബർ മേഖലയിൽ പോലീസിൻ്റെ ഹൈടെക് വിങ്ങിനൊക്കെ ഉണ്ടാകുന്ന തലവേദനയും അന്വേഷണമൊക്കെ വളരെ വലുതാണ്. ഈ ഷിയാസിൻ്റെ കാര്യം പറഞ്ഞു. ഇന്നലെ പരവൂർ CI അടിക്കാൻ പോയി. ആർക്കും
അതിനൊരു യോജിപ്പില്ല. ഒരു ഇടതുപക്ഷക്കാരനും അങ്ങനെ ചെയ്താൽ അല്ല, ഒരു രാഷ്ട്രീയ പാർട്ടിക്കാരും അങ്ങനെ സൗകര്യം ഞാൻ ചെയ്യരുത്. പറഞ്ഞു. ഈ കോതമംഗലത്ത് വന്യമൃഗത്തിൻ്റെ ആക്രമണം ഉണ്ടായ സംഭവത്തിൽ അന്ന് കോതമംഗലം CIയെ കയ്യേറ്റം ചെയ്തു. ആ കയ്യേറ്റം ഈ ഷിയാസ് കയ്യേറ്റം ചെയ്തു. ലാസ്റ്റ് ഹോട്ടലിൽ ഭക്ഷണം കഴിച്ചപ്പോൾ അയാളെ പിടിച്ചുകൊണ്ട് വന്നു. ആ പോലീസുകാർ മഫ്തിയിൽ പോയി പിടിച്ചുകൊണ്ട് വന്നു. ആ പിടിച്ചുകൊണ്ട് വന്നതിനാണ് DCC പ്രസിഡന്റിനെ പിടിക്കാൻ എന്താണ് അവകാശം? DCC പ്രസിഡന്റ് ആണെങ്കിലും ഞാനാണെങ്കിലും ഈ ഇരിക്കുന്ന അഭിജിത്ത് ആണെങ്കിലും ധന്യരാമനാണെങ്കിലും ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ ഒരു സർക്കാർ ഉദ്യോഗസ്ഥൻ ഡ്യൂട്ടിക്കറിയെ കയ്യേറ്റം ചെയ്താൽ അതിന് ജാമ്യമില്ലാത്ത ക്രിമിനൽ കുറ്റമാണ്. ആ സർക്കാർ ഉദ്യോഗസ്ഥൻ്റെ ഡ്യൂട്ടി തടസ്സപ്പെടുത്താൻ പാടില്ല. അതിനുശേഷം വീണ്ടും അയാൾക്ക് ജാമ്യം കിട്ടിയപ്പോൾ തെറ്റ് ആവർത്തിച്ചു. കോടതി പഠിക്കൽ അറസ്റ്റ് ചെയ്യാൻ ചെന്നു DYSP. അദ്ദേഹത്തെ അറസ്റ്റിനെ തടഞ്ഞ ആരാണ്? ഷിയാസ് പേടിച്ച് കോടതിയിലേക്ക് ഓടി. അപ്പം മാത്യു കൊള്ളാടൻ പറയാം, നീങ്ങി വാടാ, ഇവിടെ വന്നിരിക്കുക, നിന്നെ ആര് പിടിക്കുന്നത് നോക്കട്ടെ. ഒരു MLA, അതൊരു ജുഡീഷ്യൽ ഓഫീസറുടെ ഭർത്താവ് കൂടിയായ MLA കോടതി വരാന്തയിൽ നിന്നുകൊണ്ട് ക്രിമിനലിനെ പ്രോത്സാഹിപ്പിക്കുക. ആ പ്രോത്സാഹനത്തിൻ്റെ പേരിലാണ് പോലീസ് ഉദ്യോഗസ്ഥന്മാർക്കെതിരെ കൈ ഉയർത്തുന്നെങ്കിൽ അത് ആഭ്യന്തര വകുപ്പിനെതിരെയുള്ള കയ്യേറ്റമായിട്ടില്ല. ഇവിടുത്തെ സാധാരണക്കാരൻ്റെ ഇവിടുത്തെ മാനം മര്യാദയ്ക്ക് ജീവിക്കുന്ന സമാധാന പ്രേമികളായ ജനങ്ങൾക്ക് നേരെയുള്ള കയ്യേറ്റമായി കാണണം. രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ കാര്യത്തിലേക്ക് തന്നെ ചോദ്യത്തിലേക്ക് വന്നാൽ രാഷ്ട്രീയത്തിൽ വ്യക്തിജീവിതത്തിൽ വിശുദ്ധി കാത്തു സൂക്ഷിക്കാൻ ഓരോ പൊതുപ്രവർത്തകനും തയ്യാറായാൽ ഇത്തരം കാര്യങ്ങളൊക്കെ മാറി. ഇതൊക്കെ ആരോപണങ്ങൾ ഇപ്പോൾ നമ്മളിപ്പോൾ ഈ ചർച്ച നടന്നുകൊണ്ടിരിക്കുന്ന ഘട്ടത്തിൽ പുറത്തു വരുന്ന ചില വാർത്തകളുടെ സുപ്രധാന വിവരങ്ങൾ പറയാം. അത് ശ്രീ ബിനു കിരീത്തിലേക്ക് പോകേണ്ടതുണ്ട്. അതിനു മുമ്പ് പറയാം. ഇപ്പോൾ ഇന്നലെ പുറത്തു വന്ന ഈ ശബ്ദ സന്ദേശത്തിൻ്റെ ഉറവിടത്തെക്കുറിച്ച് പോലീസിന് അന്വേഷണ സംവിധാനത്തിന് അല്ലെങ്കിൽ കൃത്യമായ വിവരങ്ങൾ കിട്ടിയിട്ടുണ്ട് എന്നുള്ള വിവരങ്ങൾ വരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നേരത്തെ ശ്രീ ഹാഫീസ് സൂചിപ്പിച്ച പോലെ ആ ഒരു നിയമവിരുദ്ധമായ ഗർഭഛിദ്ര നടപടി അതൊരു ബലാത്സംഗത്തിന് സമാനമാണ് എന്ന നിലയിൽ ഒരു നിയമവൃത്തങ്ങളുടെ വിലയിരുത്തലും വരുന്നുണ്ട്. നോക്കൂ, ഈ ഇരകളെ സമാന സമയം തന്നെ ഇരകളെ അധിക്ഷേപിച്ചുകൊണ്ട് പ്രകോപിപ്പിച്ചുകൊണ്ട് കോൺഗ്രസിൻ്റെ ഒരു വിഭാഗം നേതൃത്വമെങ്കിലും രംഗത്ത് വരുന്നുമുണ്ട്. അതൊരു തന്ത്രപരമായ സമീപനമാണ് ഇരകളെ ഏതെങ്കിലും തരത്തിൽ വായടപ്പിക്കുക എന്നുള്ളത്. ഇതിൻ്റെ നിയമപരമായ ഇതിൻ്റെ തുടർ നടപടികളെക്കുറിച്ചുള്ള കോൺഗ്രസ് നേതൃത്വത്തിൻ്റെ ആശങ്കയാണോ ശ്രീ ബിനു കിരീത്തെന്ന് VK ശ്രീകണ്ഠൻ്റെ നടപടിയിൽ അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ വാക്കുകളിൽ നിന്ന് പുറത്തു വന്നതും പ്രകടമായതും? പണ്ടേ ഉള്ളൊരിതാണ്, അമ്മയെ തല്ലിയാലും രണ്ട് പക്ഷം എന്ന് പറയുന്നത് കുറ്റം പറയാൻ പറ്റില്ല. കാരണം അവരുടെ പാർട്ടി അവരെ സംരക്ഷിക്കുക. ഇപ്പോൾ എന്തു പറ്റി, നമ്മുടെ ഭരണകർത്താക്കൾക്ക് പോലും ഒന്നിനാ ഇടപെടാൻ പറ്റാത്ത അവരുടെ പിന്നിലും കുറേ നേതാക്കന്മാർ ഇതേപോലെ കേസിൽ നിൽക്കുകയാണ്. അപ്പോൾ അവർക്ക് വീണ്ടും ആ ചർച്ചകളൊക്കെ പുറത്ത് ഇലക്ഷൻ എടുക്കാറായ സ്ഥിതിക്ക് അതെല്ലാം പുറത്തു വരും. ഇപ്പോൾ ഇവിടെ പീഡനം എന്ന് പറഞ്ഞാൽ പലതരം പീഡനം കേട്ടിട്ടുണ്ടെങ്കിൽ എനിക്ക് ഏറ്റവും കൂടുതൽ ചിരി വന്നത് ആ ട്രാൻസ്ജെൻഡർ കുട്ടിയോട് പറഞ്ഞ് ഹൈദരാബാദിലും ബാംഗ്ലൂരും വന്നാൽ പോരാ, എനിക്ക് നിന്നെ ബലാത്സംഗം ചെയ്യണമെന്ന് തിലകൻ ചേട്ടൻ പറഞ്ഞ ഡയലോഗാണ് എനിക്ക് ഓർമ്മ വരുന്നത്. ഇത്രയും ധൈര്യം ചാൾസ് ശോഭരാജിന് മാത്രമേ കണ്ടിട്ടുള്ളൂ. എന്തൊരു വിരോധാഭാസമാണ്. അപ്പോൾ അതാണ് പുള്ളിക്കൊരു മാനസിക രോഗമാണ് നിന്നൊരു വിദഗ്ധൻ പറഞ്ഞിരിക്കുന്നത് കണ്ടു സോഷ്യൽ മീഡിയയിൽ, ഇല്ലേ? ഇതൊരു അസുഖമാണ്, അതിനെയാണ് നമ്മൾ ചികിത്സിക്കേണ്ടത്. അതെ, ഡോക്ടർ തന്നെയാണ് പറഞ്ഞിരിക്കുന്നത്. അത് ഒബ്സസീവ് സെക്ഷൽ ഡിസോർഡർ എന്നാണ് അതിന് പറയുന്നത്. അത് ഓരോരുത്തർക്കുമുള്ള ഇത് ശീലമാണ്, ഒന്നിലേക്ക് മാത്രം കോൺസെൻട്രേറ്റ് ചെയ്യുക. അത് ഇയാൾക്ക് കുറച്ച് കൂടുതലാണെന്നുള്ള ഈ പ്രായത്തിൽ തന്നെ അയാൾ തെളിയിച്ചു. ഇപ്പോൾ കുറച്ച് പേരുടെ ലിസ്റ്റ് നോക്കൂ, എല്ലാവരും സമൂഹത്തിൽ വന്നിരുന്നിട്ട് എന്നെ പീഡിപ്പിച്ചെന്ന് പലരും പറയില്ല, മാന്യത കൊണ്ട്. ഇത് എല്ലാവരെയും കല്യാണം കഴിക്കാമെന്ന് പറഞ്ഞിട്ടാണെന്നുള്ളതാണ്. അവസാനം ജാതി വരെ പറഞ്ഞിട്ട് അതിൽ നിന്ന് ഒഴിവാക്കുന്നു MP-യുടെ മകളെ. അപ്പോൾ ആ MP-യൊക്കെ എന്തിനാ സ്ഥാനത്ത് ഇരിക്കുന്നു അല്ലെങ്കിൽ ഇരുന്നു? ആ നിമിഷം ഇവനെ പുറത്താക്കിയത് സ്വന്തം മകളെയല്ലേ? അപ്പോൾ ഇതാണ് ഇവിടുത്തെ രാഷ്ട്രീയം. നമ്മുടെ സീറ്റ് പോകരുത്, ബാക്കി എന്തോ ആയിക്കോ, അല്ലേ? ഇത് ഇങ്ങനൊന്നും ആവരുത്. ഇത് എല്ലാ രാഷ്ട്രീയ പാർട്ടികളും പറയുകയാണ്. ഇത് എന്ത് സന്ദേശമാണ് ഇവർ കേരളത്തിലെ അടുത്ത തലമുറയ്ക്ക് ഈ രാഹുൽ മാങ്കൂട്ടത്തിലൊക്കെ കൊടുക്കാൻ പോകുന്നത്? പീഡിപ്പിക്കും തോറും പൊസിഷൻസ് കൂടും എന്നാണ് ഇവർ ഉദ്ദേശിക്കുന്നത്. ഇനിയിപ്പോൾ ഇവരും തീവ്രത അളക്കുന്ന മിഷൻ വാങ്ങിച്ചോ? അവരാണല്ലോ ഇപ്പോൾ അന്വേഷിക്കാൻ പോണത്. ഇത് പോലീസിലേക്ക് വിടൂ. ഞാൻ ആ പരാതിക്കാരോട് പറയാണ്, നിങ്ങൾ അന്തസ്സുണ്ടെങ്കിൽ നിങ്ങൾ എന്തായാലും നിങ്ങളുടെയൊക്കെ പേരുകൾ പുറത്തു വരും. നിങ്ങൾക്ക് ഇതുകൊണ്ട് ജീവിതത്തിൽ ഒരു ബെനിഫിറ്റും വരാൻ പോണില്ല. ആകെ കിട്ടുന്ന ഒരു കാര്യം പറയാം, ഒരിക്കലും ഈ സർക്കാർ ഭരിക്കുമ്പോൾ ഇരയുടെ പേര് പുറത്തു വരത്തില്ല എന്നുള്ള കാര്യം ഞാൻ ഇരയുടെ പേര് വരണ്ട, ഇരയുടെ പേര് വേണ്ട, ഇര ആ നടി വന്ന ആ സദൈവം വന്ന് കേസ് കൊടുക്കട്ടെ, XRY പേരവിടെ കൊടുക്കൂ, കംപ്ലൈന്റ് കൊടുക്കൂ. അല്ല, അതാ പറഞ്ഞത്, നിങ്ങൾ പേര് പുറത്തു വരും എന്നൊരു സന്ദേശം ഇതുപോലുള്ള ലക്ഷക്കണക്കിന് പേര് കാണുന്ന ഒരു ചാനലിൽ കൂടെ കൊടുക്കുമ്പോൾ ഇരകൾ പേടിക്കും. ഒരു പേര് അത് വ്യക്തമാണ്. ശ്രീമതി ധന്യാരാമൻ, മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ഈ രാഷ്ട്രീയം സാധ്യതകളുടെ മാത്രമല്ല ഗോഡ് ഫാദർമാരുടെ കൂടെ കലയാണല്ലോ. നോക്കൂ, ഒരു വളരെ പെട്ടെന്നൊരു ചെറുപ്പക്കാരനെ പ്രധാനപ്പെട്ട പദവിയിലെത്തിക്കുമ്പോൾ ആ ഒരു മുതിർന്ന നേതാവ് അല്ലെങ്കിൽ കേരളത്തിൽ വളരെ ട്രബിൾ ഷൂട്ടറായ ഒരു നേതാവ് കാണുന്നതിന് ചില ലക്ഷ്യങ്ങളുണ്ടാകും. പ്രത്യേക താല്പര്യങ്ങളില്ലാതെ പത്തനംതിട്ടക്കാരനെ ഒരാളെ കൊണ്ടുവന്ന് പാലക്കാട് സ്വന്തം സീറ്റിൽ സേഫ് സോണിൽ നിർത്തി സ്വന്തം നിലയിൽ നിന്ന് ജയിപ്പിച്ചെടുത്ത ആ നേതാവിന് ഈ
പൊതുപ്രവർത്തകൻ്റെ ഈ തൻ്റെ പിന്മുറക്കാരൻ എന്ന് പല വേദികളിലും പറഞ്ഞിരുന്ന അയാളുടെ വിക്രിയകളിൽ ഒരു മറുപടിയെങ്കിലും കേരളത്തിലെ പൊതുബോധത്തോട് പറയേണ്ടതല്ലേ ഷാഫി പറമ്പിൽ? ധന്യാരാമൻ. അതെ, അദ്ദേഹം മറുപടി പറയാതെ ഹൈദരാബാദിലേക്ക് പോയി എന്നുള്ളതാണ്. അപ്പോൾ കൃത്യമായിട്ട് ബീഹാറിലേക്ക് പോയി എന്നുള്ളതാണ്. അപ്പോൾ കൃത്യമായിട്ട് അദ്ദേഹത്തിന് അറിയാം എന്താണ്. അവർക്കൊക്കെ ഒരുപക്ഷെ ഈ വിവരമൊക്കെ നേരത്തെ അറിയാമായിരുന്നു. ഇതിങ്ങനെ മൂടി വെച്ചും അല്ലെങ്കിൽ ഒരു പൊളിറ്റിക്കൽ പാർട്ടിയുടെ മുഖം സംരക്ഷിക്കാനും ഈ വ്യക്തികളെ സംരക്ഷിക്കാനും ഇവരുടെ ഈ പ്രിവിലേജ് സംരക്ഷിക്കാനുമായിട്ട് ഇത്തരം കേസുകൾ ഒതുക്കി വെച്ചെടുത്തെന്നാണ്. ഇപ്പം നിങ്ങളൊന്ന് ഓർത്ത് നോക്കും, ഒരേ രാഷ്ട്രീയ പാർട്ടിയിലെ സ്വന്തം MP-ക്ക് അദ്ദേഹത്തിൻ്റെ മകൾക്ക് ഇത്രയും മോശം ഒരു എക്സ്പീരിയൻസ് ഉണ്ടായിട്ട് ആ പെണ്ണിനെ പോലും സംരക്ഷിക്കാൻ പറ്റാത്തൊരു പാർട്ടിയാണ് അല്ലേ? ഒന്ന് ഓർത്ത് നോക്കുക. അതേ പാർട്ടിയിലെ യുവാവായിട്ടുള്ള ഒരു ജനപ്രതിനിധിയിൽ നിന്ന് ഇത്തരം മോശം ഒരു അനുഭവം ഉണ്ട്. അത് ഒന്നും രണ്ടും അല്ല. ഞാൻ പറയട്ടെ, 18 വയസ്സും പ്രായപൂർത്തിയായ ആർക്കും ഇവിടെ സെക്സ് ചെയ്യാനുള്ള സ്വാതന്ത്ര്യമുള്ള ഒരു രാജ്യമാണ് നമ്മുടേത്. അതിനകത്ത് യാതൊരു തർക്കവുമില്ല. നിയമം എല്ലാവരെയും സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. പക്ഷേ ഇത് അങ്ങോട്ട് കയറിപ്പോയിട്ട് അവർ ഇറിറ്റേറ്റ്, അത് കാലങ്ങളോളം ഇറിറ്റേറ്റ് ചെയ്ത് ആ നമ്പർ തരൂ, അങ്ങനെ പുറകെ പോയി ഒരാൾക്ക് താല്പര്യമില്ലാന്ന് കണ്ട് അവരെ ഇറിറ്റേറ്റ് ചെയ്താണ് വീണ്ടും ഈ സെക്ഷൽ അബ്യൂസിലേക്ക് അവർ ഇൻവൈറ്റ് ചെയ്യുന്നത്. അതൊക്കെ വളരെ മോശം തീവ്രതയാണ്, പ്രവണതയാണ്. ഇപ്പം ഞാൻ പൊളിറ്റിക്കൽ ആൾക്കാരുടെ ഈ സ്വഭാവം, ഈ ഷിയാസ് ഒന്നും ഒരിക്കലും ജനപ്രതിനിധി ആവരുത്, എറണാകുളം DCC പ്രസിഡന്റ്. കാരണം ഇന്നേ വരെ ഒരു മാധ്യമങ്ങൾ എപ്പോൾ എടുത്തു നോക്കിയാലും അദ്ദേഹം ഈ ചലഞ്ച് ചെയ്യുന്ന പൊതുസമൂഹത്തിനെയാണ് ചലഞ്ച് ചെയ്യുന്നത്. ചിലപ്പോൾ ഒരു ഇഷ്യൂസിൽപ്പെട്ട ഒരു വാർത്തയായ അദ്ദേഹത്തിന് നാളെ ഒരു സ്ഥാനം കിട്ടുമായിരിക്കും. പക്ഷെ ആ സ്ഥാനത്തിലുപരിയായിട്ട് ഇദ്ദേഹമൊക്കെ പൊതുസമൂഹത്തിന് കൊടുക്കുന്ന ഒരു നെഗറ്റിവിറ്റി ഉണ്ട്. അങ്ങോട്ട് കയറി അടിയുണ്ടാക്കി ഭയങ്കര പ്രശ്നം ഉണ്ടാക്കി. ഇതൊന്നും നമ്മളെ സമൂഹം ആഗ്രഹിക്കുന്നത്. നമുക്ക് സമാധാനപരമായിട്ടുള്ള ഒരു ജനാധിപത്യ അന്തരീക്ഷമാണ് ഇവിടെ വേണ്ടത്. ഇവിടെ കേസുകൾ എങ്ങനെ കുറയ്ക്കാൻ പറ്റും? ക്രൈം കൂടിയിട്ട് ഇവിടെ കേരളത്തിലെ അതിനനുസരിച്ച് പോലീസുകാരുടെ എണ്ണം കൂടുന്നില്ല. ആ ഉള്ള പോലീസുകാരെ വെച്ച് മാനേജ് ചെയ്തിട്ടാണ് ഇത്രയും കേസുകളും ഈ നാട് മുന്നോട്ടേക്ക് പോകുന്നത്. അവർക്കൊരു 24 മണിക്കൂർ ഡ്യൂട്ടിയുള്ള ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ്റെ ജീവിതത്തെക്കുറിച്ച് ആലോചിച്ചിട്ടുണ്ടോ? അദ്ദേഹത്തിന് രാത്രി വന്നാൽ കിടന്നുറങ്ങാൻ പറ്റൂല. അപ്പം അതുപോലെയാണ് ഇവിടുത്തെ പോലീസുകാരെ കഷ്ടപ്പെടുന്നത്. അത് നമ്മൾ ഒരിക്കലും കാണാതെ പോകരുത്. അപ്പം ഓക്കെ, അത് വ്യക്തമാണ്. നന്ദു, നോക്കൂ, ഇപ്പോൾ പാലക്കാടിൻ്റെ മണ്ണിൽ പാലക്കാടിൻ്റെ വോട്ടർമാർക്കിടയിലേക്ക് രാഹുൽ മാങ്കൂട്ടത്തിനെ കടത്തിവിടില്ല, എത്താൻ കഴിയില്ല എന്നുള്ള രാഷ്ട്രീയ പ്രഖ്യാപനം BJPയും അതോടൊപ്പം തന്നെ DYFIയും ഒക്കെ നടത്തി കഴിഞ്ഞിട്ടുണ്ട്. നോക്കൂ, ഭരണസിരാ കേന്ദ്രത്തിലേക്ക് അല്ലെങ്കിൽ നിയമസഭയിലേക്കൊക്കെ രാഹുലിന് വരേണ്ട സമയങ്ങളുണ്ടാകും. ഒരു പ്രത്യക്ഷ സമരത്തിൻ്റെ തലത്തിൽ ചർച്ചകളുണ്ടോ രാഷ്ട്രീയമായി? ഇതിനകത്തുള്ളൊരു പ്രശ്നം എന്താ, ഞങ്ങൾക്ക് ചെയ്യാൻ സാധിക്കുന്നത് ഞങ്ങൾക്ക് നിയമസഭയ്ക്കകത്ത് ചെയ്യുന്നതിന് പരിമിതികളുണ്ട്. പക്ഷേ നിയമസഭയ്ക്ക് പുറത്ത് അദ്ദേഹത്തിൻ്റെ കോൺസ്റ്റിറ്റ്യുവൻസിയിൽ അദ്ദേഹം ഇറങ്ങില്ല എന്ന് പറയുമ്പോൾ തന്നെ അതിൻ്റെ രാഷ്ട്രീയ മെസ്സേജ് കൃത്യമാണ്. അതായത് അദ്ദേഹത്തെ കേരളത്തിന് ഇനി വേണ്ട, അല്ലെങ്കിൽ പാലക്കാട്ട് നിന്ന് ജനപ്രതിനിധിയെ ഇനി പാലക്കാടിന് വേണ്ട എന്ന സ്റ്റേറ്റ്മെൻറ്റ് ഞങ്ങൾ പറയുമ്പോൾ പൊതുസമൂഹത്തിൻ്റെ മുന്നിൽ നിന്ന് ഒരു തരത്തിലുള്ള എതിർപ്പും അതിന് ഉയരുന്നില്ല എന്നുള്ളത് തന്നെയാണ് ഇതിൽ ഞങ്ങളുടെ മെറിറ്റ്. അതായത് ഇതിനകത്തുള്ള പ്രശ്നം എന്താ, ഇയാൾ ഇനി നാളെ തൊട്ട് പാലക്കാട് പൊതുപരിപാടികളിൽ പങ്കെടുത്ത് ഇയാൾ സ്കൂളുകളിലെ പ്രോഗ്രാമുകളിൽ പങ്കെടുക്കുന്നു, ഇയാൾ സമൂഹത്തിൽ സ്ത്രീകൾ ഇടപഴകുന്ന പല സ്ഥലങ്ങളിലും പങ്കെടുക്കുന്നു. അപ്പോൾ ഇയാൾ ഇന്നലെ വരെ പങ്കെടുത്ത വിഷയങ്ങളിലും ഇന്ന് പങ്കെടുക്കാൻ പോകുന്ന വിഷയങ്ങളിലും ഇത്തരത്തിലുള്ള പ്രശ്നങ്ങളല്ലേ ഉയർന്നു വരാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ പാലക്കാട്ടെ ഞങ്ങളുടെ സ്ത്രീജനങ്ങളെ സംരക്ഷിക്കേണ്ടത് അത് BJPക്കാരൻ്റെ ഭാര്യയായാലും സഹോദരിയായാലും മകളായാലും, കോൺഗ്രസ്സുകാരൻ്റെ ഭാര്യയായാലും സഹോദരിയായാലും മകളായാലും, LDFകാരൻ്റെ ഭാര്യയായാലും സഹോദരിയായാലും മകളായാലും അത് സംരക്ഷിക്കേണ്ട ഉത്തരവാദിത്വം ഓരോ പൊതുപ്രവർത്തകൻ്റെയുമാണ്. അപ്പം ഞങ്ങൾ ആ ഉത്തരവാദിത്വം ഏറ്റെടുക്കുന്നു. ഞങ്ങൾ ആ ഉത്തരവാദിത്വം ഏറ്റെടുത്തുകൊണ്ട് വളരെ ഉത്തരവാദിത്വത്തോടുകൂടിയാണ് പറഞ്ഞത്, അങ്ങനെ പാലക്കാട്ടിൻ്റെ MLA ഇനി അവിടെ ഇറങ്ങില്ല. അതിൻ്റെ പേരിൽ ഉണ്ടാകുന്ന ഏത് തരത്തിലുള്ള രാഷ്ട്രീയ കൊടുങ്കാറ്റിനെയും അല്ലെങ്കിൽ ഏത് തരത്തിലുള്ള രാഷ്ട്രീയ പകപോക്കലിനെയും നേരിടാനുള്ള ഇച്ഛാശക്തി BJP എന്ന് പറയുന്ന പ്രസ്ഥാനത്തിനുണ്ട്. എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്ത് ഈ ഞാൻ പറഞ്ഞതിനെയൊക്കെ വക്രീകരിച്ചിട്ട് അദ്ദേഹം പറഞ്ഞ ഞങ്ങൾ ആഘോഷിക്കാനില്ല എന്ന വാക്കാണ് അദ്ദേഹം ഉപയോഗിച്ചത്. അത് തന്നെയാണ് പൊളിറ്റിക്കൽ സ്റ്റേറ്റ്മെൻറ്റ്. ഞാൻ അതുകൊണ്ടാണ് ചോദിച്ചത്, നിങ്ങളുടെ MV ഗോവിന്ദൻ എന്ന് പറയുന്ന എല്ലാ വിഷയത്തിലും സൂര്യന് കീഴെയുള്ള ഏത് വിഷയത്തിലും അഭിപ്രായം പറയുന്ന ഒരാളാണല്ലോ. അദ്ദേഹം എന്തുകൊണ്ട് ഈ വിഷയത്തെ ഒന്ന് അപലപിച്ചില്ല? എന്തുകൊണ്ട് ഈ വിഷയത്തിനെതിരായിട്ടൊരു നിലപാടെടുത്തില്ല? അപ്പോൾ അതിൻ്റെ അർത്ഥം ആരാണ് രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ പൊളിറ്റിക്കൽ ഗോഡ് ഫാദർ? താങ്കൾ നേരത്തെ ചോദിച്ചൊരു ചോദ്യം ഉണ്ടല്ലോ, ആരാണ് രാഹുൽ മാങ്കൂട്ടത്തെ വളർത്തിയത്? രാഹുൽ മാങ്കൂട്ടത്തെ വളർത്തിയത് കേരളത്തിലെ ആഭ്യന്തര വകുപ്പും കേരളത്തിൻ്റെ ആഭ്യന്തര വകുപ്പ് കൈകാര്യം ചെയ്യുന്ന മുഖ്യമന്ത്രിയുമാണ്. അതിൽ സംശയമുണ്ടോ നിങ്ങൾക്ക്? കാരണം ഒരു ചെറിയ സെക്രട്ടേറിയറ്റ് മാർച്ചിൻ്റെ പേരിൽ അദ്ദേഹത്തിൻ്റെ വീട് വളഞ്ഞ് രാവിലെ തൊട്ട് വൈകുന്നേരം വരെ അദ്ദേഹത്തെ കൊണ്ട് മാധ്യമങ്ങളുടെ മുന്നിൽ എക്സ്പോസ് ചെയ്ത് അദ്ദേഹത്തിന് വലിയ രീതിയിൽ പേരുണ്ടാക്കി കൊടുത്തത് ആരാണ്? അത് കേരളത്തിലെ മുഖ്യമന്ത്രിയും കേരളത്തിലെ മുഖ്യമന്ത്രിയുടെ അറിവോടുകൂടി കേരളത്തിലെ ഈ പറയുന്ന ആഭ്യന്തര വകുപ്പാണ്. അതിലൊന്നും തർക്കമൊന്നുമില്ല. അതൊക്കെ നമ്മൾ ഒരുപാട് കാലം ഡിബേറ്റ് ചെയ്ത കാര്യമാണ്. ഇപ്പം ഞാൻ പറഞ്ഞതിൻ്റെ താല്പര്യം, ആഭ്യന്തര വകുപ്പിൻ്റെ ക്രെഡിബിലിറ്റി നഷ്ടപ്പെടുന്നു എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം പോലീസ് ഉദ്യോഗസ്ഥന്മാർ പ്രശ്നക്കാരാണെന്നല്ല.
പോലീസ് ഉദ്യോഗസ്ഥന്മാർ ആരെങ്കിലും ജോലി ചെയ്യുന്നില്ല എന്നുള്ള അഭിപ്രായം എനിക്കില്ല. ഞാൻ ധന്യ മാഡം പറയുന്ന പല കാര്യങ്ങളോട് യോജിക്കുന്നയാളാണ്. കാരണം വെച്ചാൽ അവരുടെ ടൈം അവർക്ക് അവിടെ ഉൾപ്പെടേണ്ട അല്ലെങ്കിൽ അവർക്ക് അവിടെ കിട്ടേണ്ട സ്ട്രെങ്ത് അവർക്ക് കിട്ടുന്നില്ല. സ്വാഭാവികമായി ഇവിടുത്തെ റാങ്ക് ഹോൾഡേഴ്സ് ആയിട്ടുള്ള ആൾക്കാർ വന്നിടുന്ന സമരത്തിൽ മുട്ടിലഴഞ്ഞും അല്ലാതെയും പുല്ല് തിന്നും ഒക്കെ പറഞ്ഞതും ഇത് തന്നെയാണ്. അന്നൊന്നും ഈ പൊതുസമൂഹത്തിൻ്റെ അകത്ത് ഇവരാരും ഇതിനെ അംഗീകരിക്കാൻ തയ്യാറായില്ല. അന്ന് രാഷ്ട്രീയമായിട്ട് ചോദ്യം ചെയ്തവരെയൊക്കെ നിങ്ങൾ എതിർപ്പാളയത്തിലേക്ക് തള്ളി മാറ്റുകയാണ് ചെയ്തത്. ഞാൻ ആ വിഷയത്തിലേക്കൊന്നും പോകുന്നില്ല. പക്ഷെ ഞാൻ പറയുന്നു, ഇപ്പോഴും പറയുന്നു, ആ കുട്ടികൾക്ക് അല്ലെങ്കിൽ ആ ഇരകൾക്ക് ഈ വിഷയത്തിൽ നേരിട്ട് പരാതി കൊടുക്കാൻ രാജ്യത്ത് നിലവിലുള്ള നിയമ സംവിധാനങ്ങളുമായി ബന്ധപ്പെട്ട് രാജ്യത്ത് പരാതി കൊടുക്കാൻ ആഭ്യന്തര വകുപ്പിന് ഒരു പരാതി കൊടുക്കാൻ അവർക്ക് ധൈര്യപ്പെടുന്നില്ല എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം അവിടെ ആ സിസ്റ്റം പരാജയപ്പെട്ടു. ആ പരാജയം അംഗീകരിച്ചുകൊണ്ട് തന്നെയാണ് നമ്മൾ മുൻപോട്ട് പോകേണ്ടത്. ആ പരാജയത്തെ ഇഗ്നോർ ചെയ്തുകൊണ്ട് മുന്നോട്ട് പോകാൻ സാധിക്കില്ല. ഇനി എന്താണ് പ്രശ്നം? യഥാർത്ഥത്തിൽ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ ഈ വിഷയത്തിൽ ഉയരുന്ന ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. ഒന്ന്, ഇപ്പോൾ നിങ്ങളെല്ലാവരും പറഞ്ഞൊരു മുൻ MP-യുടെ മകൾ, അപ്പോൾ ധന്യ മാഡം ചോദിച്ചൊരു ചോദ്യം വളരെ റിലവൻ്റ് ആണ്. സ്വന്തം വീട്ടിലെ മകൾക്ക് സംരക്ഷണം കൊടുക്കാൻ കഴിയാത്തൊരു പാർട്ടി ഇന്ത്യയിലെ സ്ത്രീകളെ സംരക്ഷിക്കുമെന്ന് പറഞ്ഞാൽ നമുക്ക് വിശ്വസിക്കാൻ സാധിക്കുമോ? സ്വന്തം വീട്ടിലെ സ്വന്തം മകൾ, സ്വന്തം ചോരയിൽ പിറന്ന അച്ഛ എന്ന് 24 മണിക്കൂറും ഒരാളെ വിളിക്കുന്ന സ്വന്തം മകൾക്ക് നീതി വാങ്ങിക്കൊടുക്കാൻ സ്വന്തം സ്ഥാനം ത്യജിക്കാൻ മടിച്ചിട്ട് ഇത്തരത്തിലുള്ള അധമന്മാരായിട്ടുള്ള പീഡനവീരന്മാർക്ക് വഴങ്ങിക്കൊടുക്കുന്ന ഒരു അച്ഛൻ. ഞാൻ അദ്ദേഹത്തെ മോശമാക്കാൻ വേണ്ടി പറഞ്ഞല്ല, ഞാൻ ആ രാഷ്ട്രീയമായി പൊളിറ്റിക്കലായി ആ വിഷയം റൈസ് ചെയ്തു എന്നുള്ളതാണ്. അപ്പോൾ ആ ആളിൽ നിന്ന് ഈ നാട്ടിലെ സ്ത്രീകൾക്ക് നീതി ലഭിക്കും എന്ന് നമുക്ക് വിശ്വസിക്കാൻ സാധിക്കും. ഒന്നാമത്തെ വിഷയം. രണ്ടാമത്തെ വിഷയം എന്താ? ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ പ്രതിപക്ഷ നേതാവിൻ്റെ സ്വന്തം മണ്ഡലത്തിലെ വോട്ടറെ പോലും സംരക്ഷിക്കാൻ കഴിയാത്ത പ്രതിപക്ഷ നേതാവാണ് കേരളത്തിലെ 3.5 കോടി ജനങ്ങളെ സംരക്ഷിക്കും എന്ന് ഇവിടെ പറഞ്ഞുകൊണ്ട് ഞങ്ങൾ തിരിച്ചുവരവ് നടത്തും എന്ന് പറയുന്നത്. ഇനി പൊളിറ്റിക്കലി നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ രാഹുൽ മാങ്കൂട്ടം പാലക്കാട്ട് മത്സരിക്കാൻ വന്നു. അപ്പോൾ അവിടുത്തെ മത്സരത്തിന് നേതൃത്വം കൊടുത്ത എല്ലാ വിഷയങ്ങളും ഞാനാണ് ചെയ്യുന്നതെന്ന് പറയുന്ന VD സതീശൻ എന്ന് പറയുന്ന പ്രതിപക്ഷ നേതാവ്, അന്ന് അദ്ദേഹം ഒരു മാധ്യമത്തിന് കൊടുത്ത ഇൻ്റർവ്യൂവിൽ പറയുന്നുണ്ട്, ഞങ്ങൾക്ക് വളരെ പ്രതീക്ഷയാണ്, കോൺഗ്രസിൻ്റെ വരും കാലത്തെക്കുറിച്ച് ആലോചിച്ച് ഞങ്ങൾക്ക് വളരെ പ്രതീക്ഷയാണ്. കാരണം രാഹുൽ മാങ്കൂട്ടത്തിനെ പോലെയുള്ള ആളുകളാണ് കേരളത്തിൽ കോൺഗ്രസിനെ തിരിച്ചു കൊണ്ടുവരാൻ വേണ്ടി പോകുന്നത്. ആ സ്റ്റേറ്റ്മെൻറ്റ് നിങ്ങളൊന്ന് കേട്ടു നോക്കൂ. ഈ പരാതികൾ ഉൾപ്പെടെയുള്ള വിഷയങ്ങൾ പോക്കറ്റിൽ വെച്ചിട്ടാണ് പ്രതിപക്ഷ നേതാവ് ഇത്തരത്തിലുള്ള ഒരു സ്റ്റേറ്റ്മെൻറ്റ് നടത്തിയത്. അതിൻ്റെ അർത്ഥം ഇത്തരത്തിലുള്ള ആളുകളെ മനസ്സുകൊണ്ട് അംഗീകരിക്കുന്ന നിലപാടാണ് പ്രതിപക്ഷ നേതാവിനുള്ളത് എന്നാണ്. ഇനി ഞാൻ ഒരു കാര്യം കൂടി പറയാം. കേരളത്തിൽ അടുത്ത് തന്നെ ചർച്ച ചെയ്യപ്പെടാൻ പോകുന്ന ഈ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ 2 വിഷയങ്ങൾ, അല്ലെങ്കിൽ അദ്ദേഹം നേരത്തെ പറഞ്ഞൊരു വിഷയം, അത് ശ്രീ കെ കരുണാകരനുമായി ബന്ധപ്പെട്ട്, അദ്ദേഹത്തിൻ്റെ ഭാര്യയുമായി ബന്ധപ്പെട്ട്. നിങ്ങൾ നോക്കൂ, ഒരു പാർട്ടിയിൽ നിന്ന് ഒരാൾക്ക് മറ്റൊരു ജനാധിപത്യപരമായ ഒരു പാർട്ടിയിലേക്ക് പോകാം. അങ്ങനെ പോകുമ്പോൾ കേരളത്തിലെ ഏറ്റവും പ്രഗത്ഭനായ ഒരു ഭരണതന്ത്രജ്ഞനാണ് കെ കരുണാകരൻ എന്നുള്ള കാര്യത്തിൽ ഒരാൾക്കും, ഇവിടെ ഇരിക്കുന്ന ഒരാൾക്കും തർക്കമുണ്ടാകുമെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. അങ്ങനെ ഒരാളുടെ ഭാര്യയുടെ ചാരിത്രത്തെ ചോദ്യം ചെയ്യുക എന്ന് വെച്ചാൽ അതിൻ്റെ അർത്ഥം അയാൾക്ക് ഇതല്ല കിട്ടാൻ പോകുന്നത്. ഇത് കേരളത്തിലെ സ്ത്രീ ജനങ്ങളുടെ കണ്ണീരിന്റെ പകയാണ് അയാൾക്ക് കിട്ടിയിരിക്കുന്നത്. ഒരു കാര്യം കൂടി, അതായത് മുഖ്യമന്ത്രി, കേരളത്തിലെ ഒരു മുൻ മുഖ്യമന്ത്രി, ഞാൻ പേരൊന്നും ഉദ്ധരിക്കുന്നില്ല, കേരളത്തിലെ ഒരു മുൻ മുഖ്യമന്ത്രിയുടെ മകൾക്ക് ഇത്തരത്തിലുള്ളൊരു മെസ്സേജ് അയച്ചു എന്നാണ് രാഷ്ട്രീയ കേന്ദ്രങ്ങൾക്കകത്ത് ഇന്ന് ചർച്ച ചെയ്യപ്പെടുന്ന പ്രധാനപ്പെട്ട ഒരു ഹോട്ട് ന്യൂസ്. അതിനി പുറത്തു വരാൻ സാധ്യതയില്ല, കാരണം അത് അങ്ങനെ ഒരു ചർച്ചയിലേക്കൊന്നും പോകുന്ന കുടുംബമല്ല, അതുകൊണ്ട് അത് പുറത്തു വരില്ല. പക്ഷേ ആ കുടുംബത്തിനോട് പോലും, മരണപ്പെട്ട ഒരു മുൻ മുഖ്യമന്ത്രിയുടെ കുടുംബത്തിൽ പോലും ഇത്തരത്തിൽ ഉള്ള പ്രവർത്തികൾക്ക് നേതൃത്വം കൊടുത്ത ഒരാളെ എന്തിനു വേണ്ടിയിട്ടാണ് കോൺഗ്രസ് പാർട്ടി സംരക്ഷിക്കപ്പെടുന്നത് എന്ന ചോദ്യം, അത് കേരളത്തിലെ സ്ത്രീ സമൂഹത്തിന്, കേരളത്തിലെ പൊതു മുഖ്യധാരയ്ക്ക് കൊടുക്കുന്ന ഒരു മെസ്സേജ് എന്താണ് എന്ന് കൃത്യമായി കേരളത്തിൽ കോൺഗ്രസ് മറുപടി പറയേണ്ടി വരും. അത് മറുപടി പറയിക്കാൻ വേണ്ടി കേരളത്തിലെ പൊതുസമൂഹം ഇറങ്ങി നിൽക്കുമ്പോൾ അത് ആഘോഷമാക്കാൻ ഞങ്ങൾ തയ്യാറല്ല. ഞങ്ങൾക്ക് മാടപ്രാവിൻ്റെ മനസ്സാണ് എന്ന് CPM-ന്റെ അല്ലെങ്കിൽ LDF-ന്റെ പ്രതിനിധി പറയുന്നതിലെ ഒരു വൈരുദ്ധ്യം, ആ വൈരുദ്ധ്യം നമ്മൾ ചൂണ്ടിക്കാട്ടാതെ. ഒരു നിമിഷം നന്ദു, അധികം നിർത്തിക്കൊണ്ടുള്ള സമയമില്ലാത്തതുകൊണ്ടാണ് ഞാൻ താങ്കളുടെ വാദഗതികളോടൊന്നും എനിക്ക് ഇക്കാര്യത്തിൽ യോജിപ്പില്ല. ശ്രീ കെ കരുണാകരനെ അപമാനിച്ചിട്ടുണ്ടെങ്കിൽ, അദ്ദേഹത്തിൻ്റെ പത്നിയെ അപമാനിച്ചിട്ടുണ്ടെങ്കിൽ അതൊക്കെ രാഷ്ട്രീയത്തിനപ്പുറമുള്ള ഏറ്റവും വലിയ വൃത്തിഹീനമായ നിലപാടാണ് എന്ന് അംഗീകരിക്കുന്ന കൂടുതലാണ് ഞാൻ. എനിക്ക് മറ്റൊരു കാര്യം കൂടി ഈ ഘട്ടത്തിൽ ശ്രീ ഹാഫിസിൻ്റെ ശ്രദ്ധയിൽപ്പെടുത്താനുണ്ട്. ശ്രീ ഹാഫിസ്, നോക്കൂ, മറ്റൊരു ആരോപണം കൂടി വന്നിരിക്കുന്നു. വിവാഹ വാഗ്ദാനം നൽകി പീഡിപ്പിച്ചപ്പോൾ നിയമപരമായി മുന്നോട്ട് പോകുമെന്ന് ആ പെൺകുട്ടി അങ്ങേയറ്റം ആവലാതിയോട് പറഞ്ഞപ്പോൾ ഐ ഡോണ്ട് കെയർ എന്നാണ് പറഞ്ഞത്. എവിടെ നിന്നാണ് ഇയാൾക്ക് ഇത്ര അഹങ്കാരം? ഐ ഡോണ്ട് കെയർ എന്നാണ് ഈ കുട്ടിയോട് പറഞ്ഞത്. അത് ഇന്നലെ തന്നെ നമുക്ക് കിട്ടിയ ഒരു വിവരമാണ്. ഇന്നിപ്പോൾ വാർത്തയായിട്ട് വന്നിട്ടുണ്ടാകും, നമ്മൾ ഈ ഫ്ലോറിൽ ഇരുന്നുകൊണ്ട് അറിയാതെ പോയതാണ്. പക്ഷേ ഇതിനകത്ത് അത് പറയുമ്പോഴത്തേക്ക് നന്ദുവിനെ എനിക്കൊന്ന് അനിയനെന്ന നിലയിൽ പറഞ്ഞു തിരുത്താനുണ്ട്. മറ്റൊന്നുമല്ല, ആഘോഷവും പ്രതിരോധവും രണ്ടും രണ്ടാണ്. ഞങ്ങളിതിനെ പ്രതിരോധിക്കില്ല എന്നല്ല പറഞ്ഞത്, ആഘോഷിക്കുന്നില്ലെന്നാണ് പറഞ്ഞത്.
അത് തെറ്റിദ്ധരിച്ചാണ് പറയുന്നതെങ്കിൽ ആ തെറ്റിദ്ധാരണ അങ്ങ് മാറ്റും എന്ന് വളരെ വിനയത്തോടെ അഭ്യർത്ഥിക്കുന്നു. അത് മാറ്റണം. കാരണം ഈ കാര്യം വിട്ടുകളയാൻ ഉദ്ദേശിക്കുന്നില്ല. കാരണം ഇത് ഈ രാജ്യത്തെ മാനവ ജീവിതങ്ങളുടെ ഒരു വിഷയം തന്നെയാണ്. നമ്മുടെ ജീവിത വിശുദ്ധിയുടെ വിഷയമാണ്. ആ വിഷയം നമ്മൾ ഉയർത്തിപ്പിടിച്ചിരിക്കും. ഇത്തരം തെറ്റുകൾ ആവർത്തിക്കാതിരിക്കാനുള്ള ആവശ്യമായ കേന്ദ്രങ്ങളിലേക്ക് അയാളെ അയക്കുന്നതിനെക്കുറിച്ച് സർക്കാർ ഗൗരവമായി തന്നെ ചിന്തിക്കണം. അല്ല അത്ര ഉപദേശങ്ങൾ കൊടുക്കുന്നത്. ഇപ്പം ജയിലുകൾ എന്ന് പറയുന്ന സംവിധാനമില്ല, ഇപ്പം കറക്ഷൻ സെൻ്ററുകൾ എന്നാണ് പറയുന്നത്. അത്തരം കറക്ഷൻ സെൻ്ററുകളിലേക്ക് അയച്ച് ആവശ്യമായ സംവിധാനങ്ങൾ കൊടുക്കാൻ നമ്മൾ അവസരമുണ്ടാക്കണം. ഇതിനിയും ഞാൻ നേരത്തെ പറഞ്ഞൊരു വാക്ക് വീണ്ടും ആവർത്തിക്കുകയാണ്, മാലപ്പടക്കം പോലെ വരും. ഇപ്പം തന്നെ ഇപ്പം കോൺഗ്രസ്സുകാർക്കിടയിൽ നിന്ന് വന്ന വഴിക്ക് ഒരു കോൺഗ്രസിൻ്റെ മുതിർന്ന നേതാവ് ഇങ്ങോട്ടാണ് പോകുന്നതെന്ന് പറഞ്ഞു, നിങ്ങളുടെ പ്രതിനിധി പോകുന്നില്ല എന്ന് ചോദിച്ചു. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഞങ്ങൾ എന്ത് ചെയ്യാനാണ്, ഞങ്ങൾ പ്രിയങ്കയ്ക്ക് ഇവിടെ നിന്നൊരു പരാതി അയച്ചപ്പോൾ പ്രിയങ്ക തിരിച്ചൊരു വാട്സാപ്പ് മെസ്സേജ് അയച്ചു, ഉറങ്ങിയില്ലേ മോളൂസേ എന്ന് പറഞ്ഞുകൊണ്ട് ഇതേ കക്ഷി അയച്ചതെന്ന് തമാശ രൂപേണയാണ് പറഞ്ഞത്. അത്രയും രീതിയിൽ എവിടെയും കയറിച്ചെല്ലാം, എനിക്കെന്തിനും സ്വാതന്ത്ര്യമുണ്ട്, ഞാൻ എല്ലാം തികഞ്ഞവനാണ്, ഞാൻ മാത്രമേ ഈ കേരളത്തിൽ ആണായിട്ട് ഉള്ളൂ, മറ്റുള്ളവരൊക്കെ വെറും ആണും പെണ്ണും കെട്ട അല്ലെങ്കിൽ ട്രാൻസ്ജെൻഡറും അല്ലാത്ത ഒരു നാലാം ലിംഗക്കാരെ മാറിപ്പോയി എന്ന രീതിയിലാണ് പ്രവർത്തിക്കുന്നതെങ്കിൽ അവന് അങ്ങനെ ചിന്തിക്കുന്ന ഒരു നേതാവുണ്ടെങ്കിൽ അത് യൂത്ത് കോൺഗ്രസ്സിന് മാത്രമല്ല, കോൺഗ്രസ്സിന് മാത്രമല്ല, ഇവിടുത്തെ പ്രതിപക്ഷ നേതാവിൻ്റെ കസേരയിൽ ഇപ്പോൾ വി ഡി സതീശനുണ്ട്. ഞാൻ കഴിഞ്ഞ വർഷം രമേശ് ചെന്നിത്തലയുടെ ജയ്ഹിന്ദ് ചാനലിനെ വെച്ച് പറഞ്ഞു, ഇപ്പോൾ നിങ്ങൾ പ്രതിപക്ഷ നേതാവെങ്കിലും ആയിട്ടിരിക്കുന്നത് അടുത്ത തവണ അതായിരിക്കില്ലെന്ന്. ഇപ്പോൾ എനിക്ക് ACBയുടെ ഈ ഫ്ലോറിൽ നിന്നുകൊണ്ട് ബഹുമാനപ്പെട്ട വി ഡി സതീശനോട് സൂചിപ്പിക്കാനുള്ളത്, ഇത്തരം നാലാം ലിംഗക്കാരെ വളർത്തിക്കൊണ്ട് വന്നാൽ ഉണ്ടാകാൻ പോകുന്ന, ഇപ്പോൾ അങ്ങ് പ്രതിപക്ഷ നേതാവിൻ്റെ കസേരയിരിക്കുന്നെങ്കിൽ ആ കസേരയിൽ BJPക്കാരനിരിക്കുന്ന കാഴ്ച ഉണ്ടാകാതിരിക്കണമെങ്കിൽ ഇപ്പോഴൊരു തിരുത്തൽ കോൺഗ്രസ് ആരംഭിക്കേണ്ടിയിരിക്കുന്നു എന്ന് മാത്രമേ വ്യക്തമാണ്. ശ്രീ വിനു കിരിയത്ത്, നോക്കൂ, എത്രമേൽ അഹങ്കാരം ഉണ്ടായിട്ട് വേണം ഒരു നിരന്തരമായി പെൺജീവിതങ്ങളോട് ക്രൂരത കാണിക്കുക, നിയമപരമായ സാധ്യതകൾ തേടുന്നവരോട് പറയുക ഐ ഡോണ്ട് കെയർ എന്ന് പറയുക. ഇയാൾ ആരാണ്? ഹൂ കെയർസ്, അടുത്തത് ഐ ഡോണ്ട് കെയർ. രണ്ടെണ്ണം ഒരേ മീനിങ്ങിൽ തന്നെ രണ്ടെണ്ണം അടിച്ചിട്ടുണ്ട്. എനിക്ക് കോൺഗ്രസ്സുകാരോട് ഒന്നേ പറയാനുള്ളൂ, നിങ്ങൾ ഇവരെ സംരക്ഷിക്കും തോറും നിങ്ങളുടെ ഇത് മാറിക്കൊണ്ടിരിക്കുകയാണ്. കാരണം ഒരുപാട് നല്ല ആൾക്കാരുള്ളൊരു പാർട്ടിയാണ്, ഇല്ലാതൊന്നും പറയാക്കില്ല. യൂത്തിൽ തന്നെ ഒരുപാട് പേരെ എൻ്റെ ഫ്രണ്ട്സ് ഉണ്ട്, നേതാക്കന്മാർ വളരെ മാന്യമായി ജീവിക്കുന്നു. അവർക്കും കൂടെ നാണക്കേടാണ് ഇതുപോലെയുള്ളവരെ സംരക്ഷിക്കുന്നത്. എല്ലാ പാർട്ടിയിലും നല്ലവരും ചീത്തയുണ്ട്, പക്ഷേ അവരെ സംരക്ഷിക്കും തോറും നിങ്ങളും ചീത്ത ആവുകയാണ്. എനിക്ക് ഞാൻ കോമഡി പടം ചെയ്യുന്ന ഒരാളെന്ന് വെച്ചാൽ ഞാൻ ഇന്ന് രാവിലെ ഒരുപാട് ചിരിച്ചൊരു ട്രോൾ ഞാൻ പറഞ്ഞ് അവസാനിപ്പിക്കുകയാണ്. രാഹുൽ അങ്ങ് കേന്ദ്രത്തിൽ സ്നേഹത്തിൻ്റെ കട തുടങ്ങാൻ പറഞ്ഞപ്പോൾ ഇവിടെ ഒരാൾ കോഴിക്കട തുടങ്ങി എന്നാണ് ആ ട്രോള്. എനിക്കത് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ധന്യരാമൻ, ഇതൊരു വലിയ സാമൂഹ്യ വിഷയമാണ്, സാമൂഹ്യ വിപത്താണ്. കേരളത്തിൽ പരാതികൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നതിനെ സ്വബോധത്തിൽ നിന്നുകൊണ്ട് കാണുമ്പോൾ മനസ്സിലാക്കേണ്ടത് ഇതൊരു ജനപ്രതിനിധിയുടെ സ്വഭാവ വൈകൃതമല്ല, അദ്ദേഹത്തിന് എന്തെങ്കിലും മാനസികാരോഗ്യ പ്രശ്നമുണ്ടോ എന്നുകൂടി പരിശോധിക്കേണ്ട ഘട്ടമുണ്ട് എന്ന് പല നമ്മുടെ പൊതു രംഗത്തിടപെടുന്ന പലരും പറഞ്ഞു വരുന്നുണ്ട്. അങ്ങനെയൊക്കെ കരുതേണ്ടി വരും ഇത്തരം കാര്യങ്ങൾ കേൾക്കുമ്പോൾ. അല്ലെങ്കിൽ സ്വന്തം ബുദ്ധിയുള്ളവർ, സ്വബോധമുള്ളവർ ചെയ്യുന്ന കാര്യങ്ങളല്ലല്ലോ ഈ പറഞ്ഞു കേൾക്കുന്നതൊന്നും. അതാണ് ഒരു ആളുടെ മാനസികാരോഗ്യം പോലും പരിഗണിച്ച് വേണം രാഷ്ട്രീയത്തിലേക്ക് ഇവർ പ്രവേശിപ്പിക്കാൻ എന്നുള്ള ഒരു സജഷനാണ് എനിക്ക് മുമ്പോട്ട് വയ്ക്കാറുള്ളത്. നല്ല മാനസികാരോഗ്യമുള്ള മനുഷ്യരെ മാത്രമേ ജനാധിപത്യ രീതിയിലേക്ക് ഭരണത്തിലേക്കും അല്ലെങ്കിൽ രാഷ്ട്രീയപരമായിട്ടുള്ള ഭരണത്തിലേക്കും കേരളത്തിൻ്റെ ഭരണത്തിലേക്കൊക്കെ ജനപ്രതിനിധികളായിട്ട് കൊണ്ടുവരുന്നതിൽ തീർച്ചയായിട്ടും ഈ മാനസികാരോഗ്യത്തിന് വലിയൊരു പങ്കുണ്ട്. നമ്മളിപ്പോൾ നോക്കിയിട്ട് ഇത്രയും സമയം നമ്മൾ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ VK ശ്രീകണ്ഠൻ ഇപ്പോൾ പറയുവാണ് ഒരു പെൺകുട്ടിയുടെ വസ്ത്രധാരണത്തെക്കുറിച്ചാണ് പറയുന്നത്. അപ്പം ഇവർക്ക് എന്ത് പറഞ്ഞുകൂടെ, ഏത് പറഞ്ഞുകൊണ്ടുള്ള ബോധം പോലില്ല. വേണമെങ്കിൽ ഒരു പരിശീലനം ആവാം. ഓക്കെ, വളരെയധികം നന്ദി. സജീവമായി ചർച്ചയിൽ പങ്കെടുത്ത 4 അതിഥികൾക്കും. അനുനിമിഷം പുതിയ പരാതികൾ പുറത്തു വരുന്നുണ്ട്. പ്രതിപക്ഷ യുവജന സംഘടനയുടെ സംസ്ഥാന അധ്യക്ഷനായിരുന്ന ആൾക്കെതിരെ, MLA ആയിരുന്ന ആൾക്കെതിരെ. ഇക്കാര്യത്തിൽ പൊതുബോധത്തിന് ഉതകുന്ന ഒരു മറുപടിയാണ് കോൺഗ്രസ് നേതൃത്വം കൈക്കൊള്ളേണ്ടത്. ടോക്കിംഗ് പോയിന്റ് ഇവിടെ പൂർണ്ണമാകുന്നു.